സുഹൃത്തുക്കളെ. അപ്പോൾ എല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരു ദിവസം ഞാൻ നേരുന്നു. നല്ലൊരു ദിവസമാവട്ടെ, നല്ല സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ഒരു ദിവസമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ മാസം 1-ാം തീയതി മുതൽ ഏകദേശം 20-ാം തീയതി വരെ ഞാൻ നാട്ടിലില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കരമായിട്ട് എല്ലാവരും മിസ് ചെയ്തിരുന്നു. മെയിനായിട്ട് എനിക്ക് തിരിച്ചെത്താൻ ഏറ്റവും പൂതിയുള്ളത് വീടാണ്. അതായത് എങ്ങനെയെങ്കിലും തിരിച്ച് വീട്ടിലെത്തുക, മടങ്ങി എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് പെരിയിലെത്തുക, എവിടെ നിൽക്കുകയാണെങ്കിലും എന്നുള്ളതാണ് ഏത് വഴിക്ക് പോകുമ്പോഴും എൻ്റെ ഒരു അൾട്ടിമേറ്റ് ലക്ഷ്യം. ഞാൻ ഇപ്പം ഇന്ന് പെരിയിൽ നിന്ന് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് ആലോചിക്കുന്നത് എത്ര മണിക്ക് എനിക്ക് തിരിച്ച് പെരയിലെത്താൻ പറ്റും എന്നുള്ളതാണ് ആലോചിക്കുക. കാരണം എനിക്ക് അത്രയും വീട് ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ഒരു 20 ദിവസത്തിനിടയിൽ പ്രൊഡക്റ്റീവ് ആയിരുന്നെങ്കിൽ കൂടി ഞാൻ ഈ എത്തിപ്പെടാത്ത കുറച്ച് വ്യക്തിത്വങ്ങളും എൻ്റെ അടുത്തേക്ക് എത്തിപ്പെടാത്ത, ഞാൻ ഓരോരുത്തർക്ക് എത്തിപ്പെടാത്ത കുറച്ച് വ്യക്തിത്വങ്ങൾ നമ്മുടെ ഈ ഒരു യാത്രക്കിടയിൽ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ വ്യക്തി കഴിഞ്ഞ സ്കൂൾ പൂട്ട് മുഴുവൻ നമ്മളെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞ് നമുക്ക് മറ്റേ കപട വാഗ്ദാനങ്ങൾ നൽകി ആ മെയിൻ സ്കൂൾ പൂട്ടിന് നമ്മളെ ഫുള്ളായിട്ട് പറ്റിച്ച, ഓണപ്പൂട്ടിനെ നമ്മളെ മൊത്തത്തിൽ പറ്റിച്ച, ക്രിസ്മസ് പൂട്ടിനെ നമ്മളെ കംപ്ലീറ്റ്ലി പറ്റിച്ച, എല്ലാ സ്കൂൾ പൂട്ടും പെണ്ണെട്ടി കഴിഞ്ഞാൽ ബാക്കിയുള്ള ദിവസം മൊത്തം സ്കൂൾ പൂട്ട് മൊത്തം നിൻ്റെ കൂടെ ചിലവഴിക്കുമെന്ന് പറഞ്ഞ ഒരു ഫേക്ക് ഫ്രണ്ട് എനിക്കുണ്ട്. പക്ഷേ എന്തുണ്ടെങ്കിലും ഓൻ തന്നെ ഉണ്ടാവില്ലുള്ളൂ, ഫേക്ക് ആണെങ്കിലും. അപ്പോൾ എന്തായാലും ഇടയ്ക്കൊരു മെസ്സേജ് അയക്കും. ഞാൻ വരാത്ത ദിവസമൊക്കെ കാണുമ്പം ഞാൻ വരൂല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ബാസിലൊരു മെസ്സേജ് അയക്കും. അന്നിപ്പോൾ വിളിച്ചാൽ വള്ളി ആവൂല ആനാണെ കൊണ്ടെന്നുള്ള. അപ്പോൾ ഒന്ന് വിളിച്ചോട്ടെ കേട്ടോ. ബാസിലിൻ്റെ സ്കൂളിൻ്റെ പുറത്താണ് ഞാൻ ഉള്ളത്. അപ്പോൾ എന്തായാലും ഒന്ന് വിളിച്ചോട്ടെ. ഹലോ ഹലോ പറയ്. ജിയുടെ 100 വയസ്സാണ് സ്കൂളില്. എന്താ 100 വയസ്സ്? ഞാൻ വിളിച്ചാൻ വേണ്ടി ഇങ്ങനെ വെക്കാൻ നിന്നപ്പോൾ അജ്ജി വിളിച്ചത്. എന്താ പരിപാടി? എന്ത് പരിപാടി മുത്തേ? ഞാൻ എന്തായാലും നിലമ്പൂർപാട്ട് നിങ്ങൾ അതിന്റെ റീല് കണ്ടപ്പോ എന്നെ വിളിച്ചാൽ നിൽക്കി. പാട്ടങ്ങാടിക്ക് പോയി നമ്മളെ വൻ സീം വ്ലോഗ് വരുന്നുണ്ട്. ഞാൻ കണ്ട്, ഞാൻ റീല് ഇപ്പൊ കണ്ടിട്ടുള്ളൂ. ഓക്കെ ഓക്കെ. എന്നാലേ എന്റെ സ്കൂളിന്റെ പുറത്തേക്ക് ഒന്ന് ഇറങ്ങ്. അല്ല ഒന്ന് ഇറങ്ങ്, കാണാൻ പുതിയായിട്ടേ. ഇറങ്ങ്. അങ്ങനെയാണെങ്കിൽ ഉള്ളിൽ കയറി. കുട്ടികൾ കൊറേ ആയി എന്നെ കൊണ്ടുവരാൻ. മെല്ലണ്ട് അങ്ങോട്ടാണ് ചാമ്പില്ലേ. ഏതായാലും എന്താ തന്നെ കുട്ടികളെ ആഗ്രഹമല്ലേ. കുട്ടികളെന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ നമ്മൾ നിറവേറ്റാതൊക്കെ അല്ല. അടച്ചോനെ പടിവാതിലും തുറന്നത് പിന്നെ കടവാവല്. കാണാന് എത്ര മാസം? 1.5 മാസമായിട്ട് കണ്ടിട്ട്. എന്നിട്ട് വാ ചോദിക്കട്ടെ. കോഴിക്കോട് വാ. കോഴിക്കോട് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് പോകണം. ഓളായി കൊടുക്കാൻ പോകണം. ഓളെ തുണക്കാരത്തിന്റെ കല്യാണത്തിന് പോവാണ് കോഴിക്കോട്. ഉച്ചക്ക് ഇറങ്ങണം. എന്തിനാ കോഴിക്കോട് പോണേ? ഇല്ല, ഞങ്ങള് വെറുതെ തന്നെ കാണാം. കോഴിക്കോട് അല്ലേ വ്ളോഗിലാണല്ലേ? എന്താ പേര്? ചായ ഉണ്ട്. വണ്ടി ഇവിടെ അങ്ങനെ ഇട്ട പ്രശ്നമുണ്ടോ? ഒരു പൊടിക്കൂടി ഫ്രണ്ട് കയറ്റി. മതി. അല്ല ഇന്ന് സ്കൂളുണ്ടോ? അപ്പൊ ഇന്നലെ സ്കൂളുണ്ടായിനോ? ഇന്നലെ സ്കൂളുണ്ടായിനോ? ഹായ്, എന്താ വർത്താനം? മൂത്തേ എനിക്ക് സ്കൂളൊന്നുമില്ല. ഫോണില് കാണുമ്പോ ഓക്കെയാണ്, നേരിട്ട് കണ്ട പോലെ ടെൻഷനായി. അങ്ങനെ തന്നെ കുട്ടികളൊക്കെ അങ്ങനെയാ, ചെറിയ മടിയുണ്ടാവും. കുഞ്ഞാ സ്കൂളില്ലേ? എനിക്ക് ചുമയിട്ടേ ലീവാണല്ലേ, അംഗനവാടി ലീവാണല്ലേ. അംഗനവാടി തന്നെ ലീവാക്ക. എൻ്റെ അഞ്ചനൊക്കെ അങ്ങനെ ചെറുപ്പം തൊട്ടേ ലീവാക്കിയാണ്, ഇപ്പോഴും ലീവാട്ടോ. ഫോട്ടോ എടുക്കാൻ വരും, സെൽഫി എടുക്കാം. നിങ്ങൾ നിന്നോളി. കുഞ്ഞാ ചിരിക്കേ കുഞ്ഞാ. എടാ ചീർച്ചടാ, ചീർച്ചടാ. ഓക്കെട്ടാ, ഓക്കെ ശരി. നിങ്ങളെവിടെയോ കണ്ടണല്ലേ? അതാ കുഴപ്പമുണ്ടാവില്ലല്ലോ. അല്ല ഇന്നിപ്പോ റൈഫ ടീച്ചറില്ല, ടീച്ചർ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നെ ചോദിച്ചിനി. ബാസിലിന്റെ സ്കൂളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പൊ വരും അവിടെ നിന്ന് പാട്ടളക്കാണ്. ഈ ലെഫ്റ്റ് കൊണ്ടേക്കളാ. എന്റെ ക്ലാസ് ഏതാ? എന്റെ ക്ലാസ് ഇതാണ്. പക്ഷെ ഞാൻ ഇപ്പൊ ഫ്രീ ആയി. എന്തായാലും എല്ലാവർക്കും കാണണ്ടേ, അപ്പൊ നമുക്ക് ഒരു ക്ലാസ് കാക്കല്ലേ ഇതിന്. കണ്ടിട്ടോ?
ഇപ്പൊ ഇങ്ങനെ അറിഞ്ഞറിഞ്ഞിങ്ങനെ ഓരോരുത്തരോട് പറയാം. ബാസിൽ സാർ ഞാൻ അവനെ കണ്ടിട്ട് കൊറേ ഇല്ലേ, അപ്പൊ ഇങ്ങനെ കാണാൻ വേണ്ടി വന്നാ. നമുക്ക് ഒരു ക്ലാസ്സൊക്കെ അല്ലേ അല്ലേ? അവിടെ ഇരിക്കേ അല്ല ഒരു സ്റ്റാഫ് റൂമാ? അല്ല നമ്മളൊക്കെ അങ്ങനെ തന്നെ അല്ല ഇവിടെ ഞങ്ങളതിൻ്റെ ഉള്ളു, ആരുമില്ല. നിങ്ങൾക്ക് ഇവിടെ സ്കൂളിൽ സമാധാനല്ലേ? അങ്ങോട്ട് വരൂ, അങ്ങോട്ട് വരൂ. അപ്പം സുഹൃത്തുക്കളെ, നമ്മളെ കൂടെ കൊച്ചിയിൽ നിന്നും ഷിഫാസ് ജോയിൻ ചെയ്തിരിക്കുന്നു. ആലപ്പുഴ ജിങ്കാന ഫെയിം ഷിഫാസ്, എൻ്റെ കൊച്ചിയിലുള്ള ഒരേ ഒരു കൊച്ചി കള്ളന്മാരെ കിട്ടിയിട്ടുണ്ട്. കൊച്ചി ബേബി ബേബി ഹായ്. ബേബിനെ കാണിച്ചു കൊടുക്കും, ബേബിനോട് ചാറ്റ് എടുക്കാൻ പറയും. എടാ രാവിലെ തന്നെ വർക്കൗട്ട് എല്ലാം തുടങ്ങി ഞങ്ങള്. അപ്പൊ ഇതാണ് എന്റെ കൊച്ചിയിലെ ഏറ്റവും പുതിയ എന്റെ സുഹൃത്തും വൈകാട്ടിയുമായ ഷിഫാസ്. അപ്പം ഷിഫാസ് നമ്മളെല്ലാ വ്ളോഗിലെ പ്രേക്ഷകർക്കും, നമ്മളെ 3 മില്യണോളം വരുന്ന ആരാധകരോട് നമ്മൾ ഷിഫാസ് പറഞ്ഞിട്ടുള്ള എന്താ വെച്ചാല്, നോമ്പിന് ഒരു 5 ദിവസം നമ്മളെ വീട്ടിലേക്ക് വരാം, അല്ലെങ്കിൽ ഷിഫാസിനെ വീട്ടിൽ പോയി അടിച്ചോളൂ എന്നാണ് ഷിഫാസ് കൊച്ചിയിൽ നിന്നും നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ലൈവാട്ടോ അപ്പൊ ശ്രീ ലുക്കുമാൻ ഗണപതി തുടങ്ങിയ ആലപ്പുഴ ജിങ്കാനയിലേക്കുള്ള എല്ലാ താരങ്ങളെയും, നെസ്ലൻ ബേബി തുടങ്ങുമുള്ള എല്ലാ സിനിമാ താരങ്ങളെയും ബോഡി ഫിറ്റാക്കി 30 ദിവസത്തിനുള്ളിൽ എല്ലാവരുടെ ബോഡിയിലും 6 പാക്ക് കാണിച്ചു കൊടുത്ത 8 പേരെ ഒരേപോലെ വർക്കൗട്ട് ചെയ്യിപ്പിച്ച് ഇതാരാ ഇവരൊക്കെ എന്തിനാ ഞാനിത് എവിടോ കണ്ടുപോലെ ഉണ്ടല്ലോ. ഇതെന്താ എവിടെ മുത്തേ? ഞങ്ങള് ബാസിലിന്റെ സ്കൂൾക്ക് വന്നാ. ഷിഫാസിനോട് പെരേക്ക് വരാൻ പറയും. ഷിഫാസിന് ഫോൺ കൊടുക്ക് പറയട്ടെ. അപ്പൊ ഇതാണ് നമ്മളെ നോമ്പിന് നമുക്ക് വാക്കുകൾ തന്ന സുഹൃത്തിന്റെ പേര്. എല്ലാരും മുഖം നോക്കിയ ചൊള്ളി ഷിഫാസ്, അലി ഷിഫാസ്. ചെറുക്കന്മാരുടെ ഞങ്ങളൊപ്പം അഭിനയിക്കുന്നവരാണ്. ക്യാമറന്റെ ബാക്കിൽ ബ്ലറായി കണ്ട് ബ്ലർ സ്റ്റാർസ്. മുന്നില് പെപ്പെ ജഗദീഷ് ചേട്ടൻ, എല്ലാരും ബാക്കില് പറയും. നമ്മളോടെ മയ്യത്തും കട്ടിലിന് റോൾ ഉണ്ടായിരുന്നു ഞങ്ങളോടൊക്കെ. ആദ്യം ഞാനിങ്ങനെ ചോദിച്ചു എന്താണ് ഒരു റോള് തരുമോ ഷെരീഫ് കാർഡ് അങ്ങോട്ട് ചോദിച്ചു. അപ്പൊ അനാന്റെ റീലും കാലിലൊക്കെ കണ്ടപ്പോ ഷെരീഫ് ഞാൻ അഭിനയിക്കുന്ന അറിയില്ല. അപ്പൊ ചോദിച്ചു പറഞ്ഞ് ഒരു റോളുണ്ട് പെപ്പയുടെ കുട്ടിയായിട്ട്, പക്ഷെ കുട്ടി പ്രസവിക്കില്ല, ഗർഭത്തിൽ തന്നെ മരിക്കും. ആ റോളുണ്ട് അത് ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ആള് മറ്റേ മൂട് ആഘോഷോകം മൂട്, മറ്റേ ചിറാപ്പഞ്ചി മൂടൊക്കെ ആയി. ആ മൂടിക്ക് എത്തി. പിന്നെ എന്നും കാണാൻ ഷെരീഫ് കാർഡ് ഹോട്ടലിൽ അവിടെ അപ്പം ചാൻസ് ചോദിച്ച് ഹോട്ടലിന്റെ അവിടെ ക്യാരവാന്റെ ഉള്ളിൽ ഇരിക്കണ ആരാന്നുള്ള വിഷ്വൽസ് നമ്മളെ കയ്യിൽ വ്യക്തമായിട്ട് 4K ദൃശ്യ മികവിലിന്റെ കയ്യിലുണ്ട്. അപ്പൊ വൈകാതെ ഈ വ്ളോഗിന്റെ കൂടെ തന്നെ ചാൻസ് വെച്ച് കാരവാനിൽ കയറി ഡെയിലി AC കൊണ്ടിരിക്കുന്ന ഒരു അഭിനേതാവിന്റെ കൂടെ ഉണ്ട്. പറയണേ നോക്കി ഞാനേ ഒരു പണിയിലാണ്. ഞാൻ ഇപ്പൊ വിളിക്കാം.
നിങ്ങൾക്ക് സ്കൂളിൽ ഉച്ച ഭക്ഷണം കഴിപ്പിച്ചിട്ട് ഞങ്ങൾ വിടണം. അല്ല അങ്ങനെ പറയല്ലേ അല്ല സാധനം റെഡിയാണ്. നമുക്ക് അവിടെ പോയോക്കാം. ഉച്ച ഭക്ഷണം ready ആണ്. എന്താ പോലെ എല്ലാരും ഇങ്ങനെ നിക്കണേ? ആരാ ആ പോണേ നടു കൂടെ? നമസ്കാരം. എന്താ വിശേഷം? സുഖാണോ? എപ്പെത്തി എല്ലാരും? രാവിലെ തന്നെ വന്നോ? അല്ല സ്കൂളിൽ ഉച്ചക്ക് വരാൻ പറ്റില്ലല്ലോ. ആ എത്രാം ക്ലാസ്സിലാണ് നിങ്ങള്? 1 രാവിലെ ഇതൊന്നാ? ഇനി 2. ടാറ്റാ. പഴയ കാലത്തേക്ക് തിരിച്ചുപോയി. കൊണ്ടുവരാൻ പറഞ്ഞിട്ടില്ലേനോ? മറിയന്റെ മേണ്ടാട്ടുംകുട്ടി മറിയന്റെ മെല്ലെ സോപ്പ് പെട്ടി മറിയന്റെ മേണ്ടാട്ടുകെട്ടി മണിയന്റെ മെല്ലെ സോപ്പ് പെട്ടി പാട്ടുപെട്ടി വരട്ടപ്പെട്ടി കുട്ടം പെട്ടി സിസിലി കുട്ടിയുടെ സോപ്പ് പെട്ടി പാട്ടി തന്നോളം മുറുക്കാൻ പെട്ടി സിസിലി കുട്ടിയുടെ സോപ്പ് പെട്ടി പാട്ടി തന്നോളം മുറുക്കാൻ പെട്ടി ആട്ടുകെട്ടി വരട്ടക്കെട്ടി നാഞ്ചമ്മക്കിന് നീലാക്കിന് ദാഞ്ചോ തരം എങ്ങനെയുണ്ട് പാട്ട്? ഇപ്പൊ പാടില്ല. ഇതെന്ത് സംഭവം? ഇവനെ മറ്റോല് ഏത് സിനിമ? താങ്ക് യു കേട്ടോ. ഞാൻ ബാസിൽ മാഷ് വരാൻ പറഞ്ഞിട്ട് വന്നാണ് കേട്ടോ. കത്തൊന്നും ഞാൻ വായിച്ചിട്ടില്ല. കത്ത് ഇടക്കിടക്ക് വരും. അതുകൊണ്ട് കത്തൊക്കെ വെക്കലാണ്. എന്റെ പന എവിടെ സ്പോർട്സിനെ അഫീഫ് സ്കൂളിൽ പോയി. എനിക്കറിയാം. അവനോട് നിലാവഞ്ചി തുഴഞ്ഞെത്ത് ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞെത്ത് ചിറാപ്പുഞ്ചി മഴയത്തോ നിലാവഞ്ചി തുഴഞ്ഞെത്തോ ചിറാപ്പുഞ്ചി മഴയത്തോ നിലാവഞ്ചി തുഴഞ്ഞെത്തോ ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞെത്ത്. കിട്ടി ട്രിക്ക് കിട്ടി. എല്ലാരും പോയി അടങ്ങി കട സീറ്റിലിരിക്കടാ. ബൈ 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 ബൈ. ആ യൂട്യൂബിലിടും. നിങ്ങൾ യൂട്യൂബിലിടാൻ തന്നെയാ വന്നത്. ആറ് ക്ലാസ്സാ എത്ര ക്ലാസ്സാ? ഇത് 3ാം ക്ലാസ്. 2ാം ക്ലാസ്സിലാണ് ഉഷാറ് കൂടുതൽ. 2ാം ഉഷാറ്. ഇവരൊക്കെ ഉഷാറന്നെയാണ്. ഇവരിങ്ങനെ എല്ലോണ്ട് ഇങ്ങനെ തണുത്തിക്കാണ്. വന്നപ്പോ കണ്ടില്ലേനോ? വന്നപ്പോ എല്ലാരും പുറത്തേക്ക് ഇറങ്ങി. എന്താ വർത്താനം? എന്താ ചോദിക്കാനോ ചോദിച്ചു.
ഞാൻ ബാസിൽ സാറെ ഫ്രണ്ടാണേ. ഓളെ ചേച്ചിയാണ് പഠിക്കും. ആണോ? ചേച്ചിയോടെ പഠിക്കും. ഇനി മുങ്ങാൻ പറ്റില്ല. ആണോ? ഈച്ചും പാടിയോ? എടാ നിങ്ങളല്ലേ എന്നും കൊണ്ടുവരാൻ പറയുന്നത്? ചോദിക്കുക, എന്താ ചോദിക്കാൻ നോക്കി കൊണ്ടുവന്നിട്ടൊന്നും ചോദിക്കാനോ? ഏത് പാട്ടാ? ആണോ? ഒരു സീൻ പാട്ടുണ്ട്. സ്വാശ്രയഭൂതമേ ഹതാശയപ്രദമേ വയോജന സോംബിയാണ് സ്പൂക്കിയാണ് പരീക്ഷണമെന്തിനെ നിരീശ്വരദേഹമേ വയോജന സോംബിയാണ് സംഭവാമിയേ ജയ ഓംകാര ശങ്കര വിരാജിത ഭീകരമീ ആശങ്ക തീർത്തിടണേ നമ ജപ ജയ ജയ. ഈ പാട്ട് ഇപ്പം നിങ്ങൾ കേൾക്കൂല, പക്ഷെ ഇനി വരുമ്പോൾ നിങ്ങൾ കേൾക്കും. വരാനാവുന്നുള്ളൂ കേട്ടോ. നമ്മളും മാത്രം അറിഞ്ഞാൽ മതി. വ്ളോഗിലില്ലോ പോലും ഇത് പാടി അറിയരുത്. ഓക്കെ. പ്രകമ്പനം പുതിയ സിനിമ പോയിട്ടോ. ബൈ ബൈ. ആ ബാ എടാ കുറച്ച് കൂടി വെള്ളം തന്നാ. വാട്ടർ ബോട്ടിൽ വെള്ളം 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 ഉണ്ടോ? വെള്ളം ഓ ഓള് വാട്ടർ ബോട്ടിൽ നമുക്ക് അവിടെ നിന്ന് ഇറക്കട്ടോ. അത് നിറച്ചേരട്ടോ നിറച്ചേരട്ടോ. ഓലെന്നെ കളിക്കണം. കാശക്കറി കാശക്കറി കളി. ഇന്റർവൽ ബ്രേക്കിൽ വേഗം കഴിഞ്ഞിറങ്ങണം. എന്താ വർത്താനം? നിങ്ങൾ എത്ര ക്ലാസ്സാ? സീനിയേഴ്സ്. സ്കൂൾ ട്രിപ്പിന് പോയിനിയോ? എങ്ങോട്ടേനി യാത്ര? തൃശ്ശൂർ സൂ. എന്തൊക്കെ ഞങ്ങളെ കണ്ടു? പിള്ള മനസ്സിൽ കള്ളമില്ല, ഒത്തുമില്ല കാണാൻ. അടച്ചു കൂട്ടിയല്ലേ? കടുവയും പുലിയും ഉണങ്ങി പിടിച്ച കടുവയും പുലിയാ? ആനുണ്ടോ? നിങ്ങളതിന് രാത്രി ആകുമ്പോ വെക്കാം. രാവിലെ ഉറങ്ങും കടുവയൊക്കെ? എന്നാ രാത്രി ഡ്യൂട്ടിക്ക് പോയ കടുവയാവും. എത്ര ദിവസത്തെ ടൂറാ? ഒറ്റ ദിവസം, സിംഗിൾ ഡേ. രാവിലെ പോയി രാത്രി വന്നു. ആ ഓക്കെ ഓക്കെ ഓക്കെ. എന്നാ കാണാട്ടോ. പാസ് എടുക്കണം. പോവാണ് ഞാനേ. നിങ്ങളെല്ലാരും വിളിക്കണ്ടായിട്ട് ബാസിൽ സാർ പറഞ്ഞിട്ട് വന്നാ. അതെ അതെ സീന് സ്കൂളാട്ടത്. ബാസിലെ പോലെ പിടിച്ചെടുത്തിക്കോ. അതെ ഒരു സീനാ. ഫോട്ടോ വീഡിയോ തന്നെ ഉണ്ട്. എന്നാ ബാസിലെ ഫോട്ടോ എന്നാ ഫോട്ടോ. ബൈ ബൈ. ഇവിടെന്നോ എനിക്കറിയാം സാർ, എനിക്കറിയാം. കല്ലോ കുറച്ച്
എടാ, ഇവിടെ നോക്കിട്ടോ. എല്ലാവരും നോക്കിട്ടോ. കല്ലോ 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 വായ 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 എടുത്തുന്നു കേട്ടോ ഇന്നോളിട്ടാ ചിരിക്കൂല, എല്ലാവരും ഉണ്ട്, ചിരിച്ചോളി, ചിരിച്ചോളി. ഓക്കെ, ശരി. ഓക്കെ കേട്ടോ നമ്പറോ 98 76 94 32 10 കേട്ടോ വിളിച്ചിട്ടോ ആ ശരി കേട്ടോ എന്താ ചെയ്യാ ഫോട്ടോ ക്ലാസ് കയറി എടാ, രണ്ടാം അവസരം കിട്ടും, നിങ്ങൾ പോയി ഫോട്ടോ എടുത്തരാം. തിരക്കല് സുഹൃത്തുക്കളെ, ഇങ്ങനെ തിരക്കില്ലേ? ബെൽറ്റൊക്കെ പൊട്ടിയോളെ ആ നമ്പർ ഒരാൾക്ക് തരും, പിന്നെ എല്ലാവരും എഴുതി കേട്ടോ. ആദ്യ നമ്പർ എഴുതി കൊടുത്താ എല്ലാവർക്കും എഴുതി തരില്ല, ഒരാൾക്ക് എഴുതി തരും, ബാക്കിയുള്ള ഷെയർ ചെയ്തിട്ട് വാട്സപ്പിൽ ഹായ് വിടും കേട്ടോ. ആർക്കും കൊടുക്കാത്ത നിങ്ങൾക്ക് മാത്രം തരണം കേട്ടോ. 3 കൊടുത്തു, നിങ്ങൾക്കും തരുന്നുണ്ട്. നമ്പർ കേട്ടോ എല്ലാരും വ്ളോഗിലൊക്കെ പിന്നെ എഴുതിട്ടാ മതി, ഫോട്ടോ തിന്നോളി, ഫോട്ടോ തിന്നോളി. അല്ലല്ല ആണോ അനക്കെന്താ വേണ്ടി പ്രശ്നമല്ല, ഞാൻ എഴുതി തരും. ആ ഓ ഇത് തരും എല്ലാരും ഒരേ നമ്പറല്ലേ ഇനി ഒപ്പിട്ടോ ഒപ്പം എല്ലാവർക്കും ഞാനേ ബോർഡ് മെയ്താ വരി 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 അവിടെ നിൽക്കും, നിങ്ങളിപ്പോ ഫോട്ടോ വേണ്ടേ, നമ്പർ വേണ്ടേ, ഫോട്ടോ വേണ്ടേ? നമ്പർ ഞാൻ എഴുതി തരണം, ഞാൻ എഴുതി തരണം. ഫോട്ടോ കല്ലുവാ എടാ എടാ തല്ലൂടലി തല്ലൂടലി നേരെ നിൽക്കി, ഫോട്ടോ വേണ്ടേ? ഉയരല്ലൊക്കെ ബാക്കിൽ നോടി, ഹൈറ്റ് ഇല്ലാത്തവരും ഇങ്ങോട്ട് ഫ്രണ്ട് കിട്ടി. ആ ഓക്കെ ഇങ്ങോട്ട് ഇരിക്കും, എല്ലാവരും നോക്കിട്ടോ. മോളെ കുറച്ച് ഇങ്ങോട്ട് എടുത്തുക്കണ്ട, കുറച്ച് ഇങ്ങോട്ട്. ഓക്കെ ഉയരല്ലോലൊക്കെ മുന്നിൽ എന്നോളി കേട്ടോ. മൈ ചിരിക്കട്ടോ, ചിരിച്ചോളി, ചിരിച്ചോളി. ഓ എന്നാ പോയിട്ടോ കല്ല് പോയിട്ടാ പോയിട്ടാ ഞാൻ എഴുതി തരും, നമ്പർ ഞാൻ ബോർഡ് എഴുതി തരാം കേട്ടോ. ബോർഡ് നമ്പർ ഞാൻ ഒച്ച പോയി ഓ ആ വിളിച്ചെടുക്കേ ഞാൻ വൈകുന്നേരമായ ഫോണും ഇരിക്കല ഒരു 4-4 ഇങ്ങനെ വിളിക്കുന്ന ആൾക്കാരെ എടുക്കാത്തണ്ട് നമ്പർ ഞാൻ ബോർഡ് എഴുതി തരാം. മഴ 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 വന്നു ഒരു മഴ ചെറുമഴ മഴ വന്നു നല്ലൊരു പുളിക്കുടയും ചൂടി മഴയത്തൂടെ നടന്നു ഞാൻ പേക്രോം പേക്രോം ചാടി ഞാൻ മഴ 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 പാടിട്ടോ ഒപ്പം പറഞ്ഞോ ആയിട്ടില്ല ഞാൻ പാടിത്തരും മഴ 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 നെഞ്ചൽ അല്ല പാട്ട് പറയാ മഴ 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 വന്നു മെല്ലെ മെല്ലെ ഒരു മഴ ചെറുമഴ മഴ വന്നു നല്ലൊരു പുള്ളിക്കുടയും ചൂടി മഴയത്തൂടെ നടന്നു ഞാൻ പേക്രോം പേക്രോം ചാടി ഞാൻ തവളകൾ വന്നു പേക്രോം പേക്രോം മീനുകൾ വന്നു സെറ്റാണ്. ഓർക്കാ നമ്പർ എഴുതി കൊടുത്താ ബോർഡ് എഴുതിയെടുക്കട്ടോ എല്ലാരും എഴുതിയെടുക്കണം കേട്ടോ. ഇവിടെ പഠിപ്പിച്ചിട്ട് എഴുതി കൊടുത്താൽ ഇങ്ങനെ ഇരിക്കില്ല. അല്ല ഇതിമ്മ എഴുതും എഴുതിയിരിക്കേ
ആരും നമ്പർ പെടുത്തിട്ട് എഴുതരുത് കേട്ടോ. ഇല്ല ശരിയാണേ. ഇതാട്ടോ ചോക്കട്ടോ. സ്കൂളിൽ ചോക്കായി വെച്ചിട്ട് കൈയൊക്കെ ഒരു ഡ്രൈ ആവാൻ. ആ 4:30 ശേഷം നമ്മളിത് തുടങ്ങണം കേട്ടോ. കോളിംഗ് സെഷൻ കേട്ടോ. ശരി കേട്ടോ. ഞാൻ പഠിപ്പിക്കാൻ വരട്ടെ കേട്ടോ. ഞാൻ എൻ്റെ പേപ്പറുകളൊക്കെ പുതുക്കട്ടെ. എനിക്ക് എല്ലാവിധ ക്വാളിഫിക്കേഷനും ഉണ്ട്. ക്ലാസ് കയറി. അപ്പം ബാസിലിന്റെ സ്കൂളിൽ വരണം എന്നുള്ളത് ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു. ഇന്നാണ് നടന്നത്. എന്താ പാടുന്നത്? 1.5 മാസമായി കണ്ടിട്ട്. 1.5 പോക്കേനില്ലേ? പക്ഷെ അതിനുള്ള മുതലുണ്ടായോ നമുക്ക് അത്ര ഉള്ളു. എന്തെമ്മേ പോയാലും പ്രശ്നമില്ല. പരിപാടി എടുത്താൽ കണ്ടില്ലെങ്കിൽ പ്രശ്നമില്ല. കാര്യങ്ങൾ നടന്നാൽ മതി. കുറെ പറയാനുണ്ട്. വരാൻ പോകണം. ഓക്കെ. അതല്ല ഇനി എത്ര ദിവസം ഉണ്ട് ഇവിടെ? ഇനിയിപ്പം ഒരു എത്ര ദിവസം ഉണ്ട്? നാളെ കൂടി ഉണ്ടാവും. പരിപാടി ഉണ്ട്. റെക്കോർഡിംഗ് ഉണ്ട്. 24 എനിക്ക് എന്താ പരിപാടി? അല്ല നമ്മളതിന്റെ ഉദ്ഘാടനം എന്താണ്? ആ ഖുറാനിന്റെ. അത് 1 ഫെബ്രുവരി 1. അത് ലീവാണ് എന്തായാലും. ഞായറാഴ്ചയാണ്. ആ ലീവാണ്. നമുക്ക് വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്യാം. നോ പ്രോബ്ലം. എല്ലാവർക്കും കയറിയിരുന്നാൽ മതി. ആ അപ്പോൾ സുഹൃത്തുക്കളെ ബാസിലിന്റെ സ്കൂളിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഈജിപ്തിലും എവിടെയൊക്കെ രാജ്യങ്ങളിൽ പോയി. കുറേ പോയി. ബാലി പോയൊന്നും കണ്ടില്ല. ബാലി പോയ വീഡിയോസ് ഒക്കെ ഇടാണ്ട്. ആ ഒരു വീഡിയോ ഇട്ടത്. എടാ അതല്ല ബാലിക്ക് മോളും കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു. റുഫിലൊക്കെ കുട്ടിന്റെ വീഡിയോ ഓളുണ്ട് നല്ല രസേനി. കുട്ടിയിലോണ്ട് സെറ്റായി. നമ്മക്കൊന്ന് കൂടണ്ടേ? എത്ര ദിവസം എത്ര മാസങ്ങളായി 100ഓളം വരുന്ന ബാസിലാതെ കമന്റ് ബോക്സിൽ കാണാനല്ലേ സുഹൃത്തുക്കളെ? കാണാനതൊന്നുമല്ല. ഞാൻ വേറെ വയ്ക്കും, ഓ വേറെ വയ്ക്കാണ്. പക്ഷെ പ്രൊഡക്റ്റീവ് വയ്ക്കാണ് എല്ലാവരും. എല്ലാവരും അവനവന്റെ പണികൾ എടുക്കുക. എല്ലാവരും ഇതൊക്കെ നടക്കുന്നുണ്ട്, കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതാണ് വെറുതെ നടക്കണ്ട. എന്ത് ഞാനൊരു കാര്യം പറയട്ടെ. മമ്മൂട്ടിന്റെ കാറിന്റെ നമ്പർ എത്ര? എന്താ പ്രശ്നം? മമ്മൂട്ടിന്റെ കാറിന്റെ നമ്പർ എത്ര? അതും അറിയില്ലേ? എടാ ഈ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ നമ്പർ പറഞ്ഞ ഫാൻസി നമ്പർ. ഇത് ഫാൻസി നമ്പറാണ്. അല്ല നമ്മളൊന്നും 89 43 ഒന്നും ആ പരിപാടി അല്ലത്. അത് നിങ്ങൾക്ക് അറിയില്ല. ഇത് പൈസ കൊടുത്ത് വാങ്ങണ നമ്പറാണ്. കാണേണ്ടത് ഇതിപ്പോ ഇങ്ങനെ വെച്ചപ്പോഴല്ലേ മനസ്സിലാവണത്. ഇതിപ്പോ നിങ്ങൾക്ക് ഇത് മനസ്സിലായില്ലേ? ഫാൻസി നമ്പർ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ ഒരു സ്റ്റൈൽ പിടിക്കാം കണ്ണാട് പിടിച്ചിട്ട്. എടാ ഇതാണ് ആൻസന്റെ നമ്പർ അല്ലേ? അത് വിളിച്ചു ഇല്ലെങ്കിൽ ബാസിൽ സാർ നാളെ വരുമ്പോ എന്താ ചെയ്തോളൂ. ആനാൻഷൊക്കെ ഇപ്പൊ ഒരു മൊട്ടടിച്ചിരുത്ത് പോകാനോ. പറയണു 0 1 2 3 4 5 6 9 അത് നിങ്ങൾ ഇങ്ങോട്ട് വായിച്ചിട്ടല്ലേ? അതാ പറഞ്ഞത്. ഇങ്ങോട്ട് വായിക്കാം. തിരിച്ചു വായിച്ചാ അങ്ങോട്ട് ഫാൻസി നമ്പർ ആയില്ലേ? ഫാൻസി നമ്പർ ആയില്ലേ? പിന്നെന്താ പ്രശ്നം? ഇത്ര ഉള്ളൂ അല്ലേ? പിന്നെ ഇത് പ്രശ്നം. ഫോൺ ഓൺ ഉച്ചക്ക് ഓണാക്കിയേക്കും. ഞങ്ങള് വിളിക്കാനുള്ളല്ലേ. എന്താണ് കല്ലുവിന്റെ വിശേഷം? നിങ്ങളൊക്കെ നിങ്ങൾക്കൊക്കെ 1 ദിവസം ടൂറുണ്ടായി തന്നെ വൈകുന്നേരം മനുഷ്യൻ പാടാവും. അപ്പൊ നിങ്ങൾക്ക് 3 ദിവസം കിട്ടി എങ്ങനെ വേക്കുകളൊക്കെ. ഇവിടെ 1/2 മണിക്കൂർ വേക്കാൻ കാണില്ല. കുടിയിരിക്കൽ വിളിച്ചോണ്ടിട്ടോ.
ബൈ. പെണ്ണിട്ട് വിളിച്ചാണ് അങ്ങനെ ഞാൻ വേറെന്തോ കേട്ടത്. പെണ്ണിനെ കിട്ടുമ്പോ വിളിച്ചല്ല, അല്ല പെണ്ണിട്ടുമ്പോളേ അങ്ങനെ. അപ്പൊ സുഹൃത്തുക്കളെ ഞങ്ങൾ എന്താ വെച്ചാൽ അച്ഛനെയും കൂടി ഒന്ന് കാണണം. അച്ഛനാണ് തീരെ കാണാത്തത്. അച്ഛൻ്റെ അടുത്ത് പോവാ. ഓക്കെ, പച്ച ഫുള്ള് പോയി. എന്റെ അച്ഛൻ പോയിക്കണേ. അച്ഛൻ്റെ അടുത്ത് ഇപ്പൊ പോവാണല്ലേ? എന്നിട്ട് റിട്ടേൺ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ബൈക്ക് അങ്ങോട്ട് വരും. ഞാൻ 40 ആക്കി വരാം. എനിക്ക് കൊണ്ടോട്ട് ആക്കി പോരാനുള്ളൂ. അവിടെ പിന്നെ തുണക്കാരിച്ചാളൊക്കെ ഉണ്ട്. അപ്പൊ മഞ്ചേരി കൂടെ പോവാ? ഞാൻ മഞ്ചേരി കൂടെ മഞ്ചേരി എത്തുമ്പോ വിളി. നിങ്ങളവിടെ കാണാം, വിളിക്ക്. ഒരുപാട് 100ഓളം വരുന്ന ബാസിൽ പ്രേമികൾ നമ്മളോട് പറഞ്ഞിരുന്നു, 50ഓളം വരുന്ന എന്റെ ആരാധകരോട് പറഞ്ഞിരുന്നു ബാസിലിനെ കൊണ്ടുവരണം എന്നുള്ളത്. ഇന്നാണ് നടന്നത്. ബാസിലിന്റെ സ്കൂൾ എല്ലാവർക്കും കാണാൻ പറ്റി. ഇന്ന് ഞങ്ങളൊന്ന് പോയി അച്ഛനെ കണ്ടുവരാം. വിട്ടിട്ടോ? ഓക്കെ, വൈകുന്നേരം കാണാം കേട്ടോ. കല്ലൂർ ടാറ്റ എടുത്തേ. ടാറ്റാ. അപ്പൊ സുഹൃത്തുക്കളെ, കഴിഞ്ഞ 2-3 മാസമായിട്ട് ഞാൻ കാണാത്ത ഒരു വ്യക്തി നമ്മുടെ കൂടെയുണ്ട്. എവിടെ? ഇതല്ലല്ലോ. അത് ബ്ലാക്കും ബ്ലാക്കൊക്കെ ഉണ്ട്. തടി പറഞ്ഞല്ലോ. കൂടിയൊക്കെല്ലേ എന്താ ഞങ്ങൾ താന്നിരിക്കണ്? ഞങ്ങൾ തന്നെ ഇരിക്കണത്. എന്താ ഞാനാണെങ്കിൽ ബാസിലിനെയും കണ്ടിട്ട് കുറച്ചായി. അപ്പൊ ബാസിലിനെ കാണാൻ പോയി. നേരെ ബാസിലിന്റെ അവിടെ ഞാൻ പിന്നെ വിചാരിച്ചു എന്തായാലും എൻ്റെ അടുത്ത് കൂടി വരാം. അപ്പോൾ സുഹൃത്തുക്കളെ, അച്ചു ഏവർക്കും പ്രിയപ്പെട്ട നമ്മളെ 100ഓളം ആരാധകർ നിൽക്കാതെ ചോദിക്കുന്ന നമ്മളെ ട്രെൻഡിങ് കപ്പിൾ എവിടെയെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഓരോ കപ്പിളിന്റെ അടുത്ത് എന്താ വർത്താനം ഇപ്പോ? എനിക്ക് സുഖല്ല പറഞ്ഞേ. ഫുഡ് പോയിസൺ. അല്ല ഒന്നും മരുന്ന് കൊടുത്തു. നമുക്ക് വീട്ടിലുണ്ട്, എല്ലാരും ഉണ്ട്. വീട്ടിൽ പോയി നമുക്ക് ഞാൻ പിന്നെ വെറുതെ പോകുന്നതാ. നന്നായി അത് എന്തുകൊണ്ടും. കാരണം എനിക്കെന്താ വെച്ചാല് ഇന്റെ ഒരു അവസ്ഥ ഇപ്പൊ എന്താ വെച്ചാല് രാവിലെ 9 മണിക്ക് എണീച്ച് 10 മണിയാകുമ്പോഴത്തേനും ഓളെ ഓഫീസിൽ വിടുക. ജോലിക്കാക്കണം. പിന്നെ സ്വയം ജോലിക്ക് പോകണം. അത് കഴിഞ്ഞ് കുളിച്ച് മാറ്റി ഞാൻ ജോലിക്ക് പോകണം. വെരി ഹെക്ടിക് ആണ് ഷെഡ്യൂൾ. പറയണക്ക് അത് കഴിഞ്ഞ് വൈകുന്നേരം വരെ അവിടെ ജോലിയില്. അത് കഴിഞ്ഞ് വീണ്ടും 5 മണിയാകുമ്പോ എന്ത് ചെയ്യണം? ഓളെടുക്കാൻ വേണ്ടി പോകണം. എടുത്ത് അതൊരു പണിയല്ല എന്നാലും. പക്ഷെ എല്ലാരും വിചാരം എന്താ? വെറുതെ ഇരിക്കാണ്. അല്ല, ഞാൻ ഓളെയും കെട്ടിപ്പിടിച്ച് കിടക്കുന്നു. പക്ഷേ അതല്ല, ഞാൻ എത്തുന്ന എപ്പോഴും കയറി എപ്പോഴും ഒരു 10-11 മണി. എല്ലാരും ചെയ്യുന്നല്ലോ കല്യാണം കഴിഞ്ഞാൽ എന്നെ കിട്ടുന്നില്ല. ഇവിടെ ഞാൻ ഓൾറെഡി തന്നെ രണ്ടാളും 2 ദിക്കിലാണ്. പിന്നെ മറ്റേ ബസ്സാർ പറഞ്ഞാൽ 2 അറ്റം കൂട്ടി. അപ്പൊ എന്താ വെച്ചാലേ അപ്പം ഞാൻ ഇതിന്റെ ഗൾഫിലൊക്കെ പോയി. അതിനുശേഷം പിന്നെ കണ്ടിക്കണോ? നിങ്ങൾ പോയത് ഷൂട്ടിന് മുന്നേ. ഇതെന്താ കുറച്ച് സാധനങ്ങൾ ഇതുള്ളു പരിയില് എല്ലാം കഴിഞ്ഞിരിക്കണ നോക്കുമ്പോ. എല്ലാം കഴിഞ്ഞിരിക്കണം. എല്ലാം ഓരോന്നുള്ളൂ. 2 കിൻഡർ ബ്യൂണോ അല്ല അത് തിന്നാ കുറച്ച് കഴിഞ്ഞിട്ട് തിന്നാ. എനിക്ക് ബദാം. എനിക്കത് മതി. പിന്നൊരു സെന്റ്. ഞങ്ങൾ പകുതി കുടിച്ചോ. ഒരമൃതാഞ്ജനം എന്താ അറിയോ? കൊറേ സാധനം ഉണ്ട് ഇനി പരിയില്. ഒരു വലിയ പെട്ടിയിലില്ലേ, ഒരു വലിയ പെട്ടിയില് ഒരു ലോഡ് മുട്ടായികളുണ്ടായിനി. അപ്പൊ ഞാൻ ഉമ്മച്ചിനോട് പറഞ്ഞു ഈ സാധനങ്ങളൊന്നും എന്താക്കരുത്. കാരണം ഞാൻ പരിയിൽ അന്ന് വന്നിട്ട് 1 മാസത്തിന് പോയതാണ്. അപ്പോൾ ഉമ്മച്ചിനോട് പറഞ്ഞു ഈ സാധനങ്ങളൊക്കെ തിരിച്ചു വരുമ്പോൾ എനിക്ക് വീതിച്ച് കൊടുക്കാനുള്ളതാണ്, ആർക്കും കൊടുക്കരുത് പറഞ്ഞു. ഉമ്മച്ചി വീതിച്ച് കൊടുത്തൊന്നുമില്ല. പക്ഷെ പരിയിൽ വന്നാൽ തന്നെ എന്ത് ചെയ്തു? വീതിച്ചെടുത്തു. എല്ലാ സാധനവും കഴിഞ്ഞു. ഒരു സാധനം ബാക്കിയില്ലാത്ത രീതിയിൽ കഴിഞ്ഞു. ഇപ്പൊ എന്റെ അടുത്ത് ആകെ 2 വാട്ടർ ഗണ്ണുണ്ട്. അത് പിന്നെ എനിക്ക് അതിനെ കൊണ്ട് ഉപയോഗം ഉണ്ടാവില്ലല്ലോ. അപ്പൊ എല്ലാം ജോലി ഇല്ല രണ്ടാക്കും. ലീവാക്കി. നേരെ മലബാർന്ന് വരാം. ഏത് ഡോക്ടറാ?
ഹർസീന ബീഗം. ഹസനത്ത് ബീഗം. ഹസ്നത്തല്ല, പേര് തെച്ചു. ഞാൻ നമുക്ക് ഉറപ്പാണ് അത് എന്തായാലും മറക്കും. ഫ്രീ ആണ് അപ്പൊ. ഞാനിന്ന് പിന്നെ കാണരുതല്ലേ, എനിക്ക് കാണാൻ കഴിയൂല. ഞാനതാ പിന്നെ നേരെ പോന്നു. ബാസിലിനെയും കണ്ടിട്ടില്ലേ? ബാസിലിനെ ഇപ്പൊ നേരെ പോയി വെറുതെ ഒന്ന് കണ്ടോ. ബാസിലിന്റെ സ്കൂളിൽ കയറി സീനേനി, കുട്ടികളൊക്കെ പാടെ ഒച്ചയും പുളിയും പാടുകയാണ്. ബാസിലിനെ കാണണേ അങ്ങോട്ട് പോകണം. അപ്പോൾ സുഹൃത്തുക്കളെ, വളരെ സൗഖ്യമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. തങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒതുങ്ങി പോയതാ. എത്ര മാസമായി ഇപ്പൊ? 7 മാസം കല്യാണം കഴിഞ്ഞിട്ട്. അതല്ല. അപ്പം അച്ചു 7 മാസമായി. ഷാനുവിന്റെ കഴിഞ്ഞിട്ട് എത്രയായി? ഷാനുവിന്റെ 3. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 4. ഷാനു 5 മാസമായി. 7 മാസമായി. ബാസില് 1 കൊല്ലായി. 1 കൊല്ലം മേലെയായി. 1 മാസം അല്ലേ? 1 മാസം. ഫസ്റ്റ് മന്ത് എങ്ങനെയുണ്ട്? അപ്പം നമുക്ക് എപ്പോഴും ക്യാമറ തിരിയൊന്നും ജിംഷിയും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. എങ്ങോട്ട് ഇരിക്കുക, എന്താ വിട്ടുപോയിരിക്കും. അപ്പം ഇപ്പൊ ഓർഡർ ചെയ്യട്ടാ. അപ്പം കല്യാണം കഴിഞ്ഞാൽ പലവിധ പുതിയാപ്പളമാർ നമ്മളെ കൂടെ ഉണ്ട്. 1 മന്ത് റിവ്യൂ തരാൻ ഒരാളുണ്ട്, 7 മന്ത് റിവ്യൂ തരാൻ ഒരാളുണ്ട്, 4 മന്ത് റിവ്യൂ തരാൻ ആളുണ്ട്, 1 ഇയർ റിവ്യൂ തരാൻ ആളുണ്ട്. അപ്പോൾ ആരും നമ്മൾ പിടിച്ചിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് 1 മാസത്തിന് ശേഷം കല്യാണം കഴിഞ്ഞ് ഇത്രയും കാലം ഒറ്റക്കാണല്ലോ ജീവിച്ചത്. ഇപ്പോൾ 2 ആളായിട്ടാണ് ജീവിക്കുന്നത്. ഈ ഒരു ജീവിതത്തിൽ ചെറിയ കാലയളവിൽ വന്ന മാറ്റലികൾ എന്തൊക്കെയാണ്? അല്ല, അത് വേറെ ആളാണ്. മാറ്റങ്ങൾ എന്തപ്പോ, എനിക്ക് സത്യം പറയാ അന്ന് പറഞ്ഞ അതേപോലെ തന്നെ എനിക്ക് വലിയ മാറ്റമായി തോന്നില്ല. കാരണം ഞാൻ വർക്കിന് പോണ്, തിരിച്ചു വരുന്നേ സെയിമാണ്. പിന്നെ ഓള് വീട്ടിലുണ്ട്. ആ ഒരു തന്നെ ഉള്ളു. കാരണം കുറച്ച് കാലമായിട്ട് അറിയുന്ന ആൾക്കാരായതുകൊണ്ട് ഇവന് നല്ല മാറ്റം ഉണ്ടാവും. കാരണം അവന് അറേഞ്ച് മാരേജ് ആയതുകൊണ്ട് ഉണ്ട്, പിന്നെ ലവ് മാരേജ് ആയതുകൊണ്ട് ഡിഫറൻസ് ബിറ്റ്വീൻ അറേഞ്ച് മാരേജ് ആൻഡ് ലവ് മാരേജ് ഇസ് വെരി ബിഗ്. സോ മെനി ഡിഫറൻസസ്. അപ്പൊ മാറ്റങ്ങളില്ല, പുതുമല്ല. അപ്പം എനിക്കെല്ലാവരോടും പറയല, ലവ് മാരേജ് ചെയ്യണോട് പറഞ്ഞ പുതുമ ഉണ്ടാവില്ല എന്നുള്ളതാണ് ജിംഷാദിന്റെ ഒരു അഭിപ്രായം പറയുള്ളത്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാ, ഒരു അറേഞ്ച് മാരേജ് ചെയ്യാൻ റെഡി ആയിക്കോളും. അല്ലല്ല, അങ്ങനെയല്ല. കോളേജില് അങ്ങനെയല്ല, ലവ് മാരേജ് നല്ലതാണ്. കാരണം എന്താ, ഒരു പരിചയം. ഇപ്പൊ ലിയന്റെ മാതിരി നല്ല കുട്ടികളൊക്കെ കിട്ടാൻ പ്രയാസമാണ്. അപ്പൊ സന്തോഷായി. ലിയണ്ടല്ലോ അന്ന് ഓളപ്പ കജ്ജി പിടിച്ച് കൊടുത്തപ്പോ പോലും ഉണ്ടല്ലോ ഇങ്ങനത്തെ ഒരു ചിറി, ഇത്ര ചിറി. ഇപ്പൊ കജ്ജി പിടിച്ച് അച്ചുവിന്റെ കയ്യിൽ നിക്കായിന് കൊടുത്തപ്പോ പോലും ഇങ്ങനത്തെ ഒരു ചിറി എന്ത് ചിരിച്ചിട്ടില്ല. ഏത് തരത്തിലുള്ള കുട്ടികളാണ് നമുക്ക് കിട്ടാന്ന് പറയാൻ പറ്റില്ല. നമുക്ക് തന്നെ കുറെ ആൾക്കാരെ അറിയണോണ്ട് എങ്ങനത്തെ കുട്ടികളാണ് പറയാൻ പറ്റില്ല. അല്ല, അർത്ഥം വെച്ചിട്ടല്ല, നമ്മള് കാണണല്ലേ, പല നാട്ടുകൂടി പോകാനല്ലേ. അപ്പൊ നാട്ടുകൂടി പോവേ ജിംഷ? അല്ല, വർക്കിനൊക്കെ നമ്മള് ഓരോന്ന് കാര്യങ്ങൾ അറിയാം. ഓരോ ആൾക്കാരെ ക്യാരക്ടർ നമ്മൾ മനസ്സിലാക്കി. വിവിധങ്ങളായ ക്യാരക്ടറുള്ള ആൾക്കാരാണ് പല ആൾക്കാരും. അപ്പം ഒരു കണക്കിന് പറഞ്ഞാല് പരിചയമുള്ള ആളെ കിട്ടണ തന്നെയാണ് നല്ലത്. പുതുമ ഉണ്ടാവില്ല. അപ്പൊ ജിംഷ പറഞ്ഞത് വെച്ചാല് പരിചയമുള്ള ആളെ കെട്ടാ, പക്ഷെ പുതുമ ഉണ്ടാവില്ല. പക്ഷെ പരിചയം കൂടിയാല് ഇനിയിപ്പോ പരിചയം ഇല്ലെങ്കിൽ എന്തുണ്ടാവും, നല്ലതാവൂല. അപ്പൊ പരിചയം ഇല്ലെങ്കിൽ എന്തിനാ പുതുമ ഉണ്ടാവും. മനസ്സിലായോ? ഇതാണ് സംഭവം. സിമ്പിൾ ഡയലോഗാണ്. ഇനി 7 മാസത്തെ എത്രയായി? ഇക്കൊല്ലം. അപ്പം 9-ാം മാസം. ഇതാണ് രസം, ഫ്രെയിം രസം. അപ്പം 7 മാസത്തെ റിവ്യൂ എടുക്കാൻ വേണ്ടി അച്ചുവിനെ ക്ഷണിക്കുന്നു. അച്ചു എന്ന് പറഞ്ഞാൽ നമ്മളെ കൂട്ടത്തില് എത്രാമത് കല്യാണം കഴിഞ്ഞ ആളാ? അർഷു, ബാസില്, ഇജി അല്ലേ? 3ാമത്. 1 പയച്ചാൽ 3 എന്ന് പറഞ്ഞ പോലെ അങ്ങനല്ലേ, ഞങ്ങള് കൂട്ടത്തിൽ കൂട്ടിയതാ. അപ്പം 1, 2, 3ാമത് കല്യാണം കഴിഞ്ഞ ആളാണ് അച്ചു. അപ്പൊ അച്ചുവിന്റെ 7 മന്ത് ഓഫ് മാരിറ്റൽ റിവ്യൂ ആണ് നമ്മളെല്ലാ പ്രേക്ഷകർക്കും വേണ്ടി നമ്മൾ നൽകാൻ പോകുന്നത്. എന്താ പറയല, എനിക്ക് ഇത് പറഞ്ഞ മാറ്റമുണ്ട്. മാറ്റം മീൻസ് ഓഫ് കോഴ്സ് ഉണ്ടാവില്ല. അത് ഇമ്മപ്പം സമാധാനമൊക്കെ ഉണ്ട്. ഇപ്പൊ അന്ന് പണ്ട് സമാധാനം ഇമ്മപ്പം എന്ന് പറയട്ടോ, ആഴ്ചയിൽ 3 ദിവസം അല്ല 4 ദിവസം പടിയും, ബാക്കി എൻ്റെ അടുത്ത് ഉണ്ടാവില്ല പണ്ട്.
ഇപ്പൊ അതുകൊണ്ട് കുറഞ്ഞു. അല്ല അത് എന്റെ പ്രശ്നം കൊണ്ട് കേട്ടോ, നെഗറ്റീവായിട്ട് അല്ലല്ല എന്റെ പ്രശ്നം കൊണ്ട് അങ്ങനല്ല, നിങ്ങൾ വരുമ്പോ രണ്ടാളും വന്നാൽ മതി, അന്ന് വന്നാൽ മതി. ഞാൻ പറഞ്ഞില്ലേ വരുമ്പോ പെണ്ണുങ്ങളെയും കൂട്ടി വരിക. അതെ അതെ അതെ. പക്ഷെ പെണ്ണുങ്ങൾ ജോലിക്കാണ് പോകുന്നതുകൊണ്ടാണ് പ്രശ്നം. മനസ്സിലായി. പക്ഷെ അതൊരു പ്രശ്നമാണോ? റെസ്പോൺസിബിലിറ്റീസ് ആണ് ഇതാണ്. എന്നാലും അഞ്ചോണിക്ക് ശേഷം പക്ഷേ ഐ മിസ് യു ഗൈസ്, ഐ മിസ് യു എവരിവൺ. ഐ മിസ് അതുകൊണ്ടാ നമ്മള് വന്നേ. ബാസിൽ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഇന്നലെ മിഞ്ഞാന്ന് വിളിച്ചിട്ടുള്ളൂ. പക്ഷേ യു നോ ഇറ്റ് ഹാപ്പൻസ്. അച്ചു കൊച്ചി പോയ ഡെയിലി എനിക്ക് വിളിച്ചു. അതല്ല അതല്ല ഞാൻ നമ്മൾ നേരിട്ട് കാണില്ലെങ്കിലും ഡെയിലി അങ്ങോട്ട് വിളി നടക്കുന്നുണ്ട്. ഇല്ല ജിംഷാനെ വിളിച്ചപ്പോൾ മിഞ്ഞാന്നോ വെറുതെ എന്താ വിശേഷം. അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പൊ അച്ചുവിന്റെ വിശേഷം അറിഞ്ഞു. പിന്നെ ഷാനുവിന്റെ ഡ്രഗിന്റെ വിശേഷങ്ങൾ നമ്മള് ഇടയ്ക്കിടയ്ക്ക് അറിയണം. എപ്പോഴും ഇപ്പൊ മിഞ്ഞാന്ന് പരിപാടിക്ക് ഉണ്ടായി, എല്ലാ പരിപാടിക്കും ഉണ്ടാവലുണ്ട്. വലിയൊരു പ്ലാൻ ഉണ്ട്. പ്ലീസ് അതിപ്പോ ബ്ലോഗ് കട്ടായിട്ട് പറയാം. ഓക്കെ ഞാൻ റെഡിയാണ്. കാര്യം ഉണ്ടാവുന്ന പ്ലാനാണ്. ഓക്കെ ഓക്കെ. ഇല്ലല്ല, ലേഡീസിനും ഒരു ഓപ്ഷൻ കൊടുക്കാം. ലേഡീസ് ഉണ്ട്. അതായത് നമ്മൾ എന്താ വെച്ചാല് ബോയ്സ് ആണ് ഇതിൽ പോവുക, പിന്നെ ലേഡീസിന്റെ ഒരു കംപ്ലൈന്റ് വേണമെന്നുള്ളതിൽ ഓലൊന്ന് പരിഗണിക്കും. മനസ്സിലായോ? പരിഗണിക്കും നമ്മള് എല്ലാം പരിഗണിക്കണ്ട. അപ്പൊ എന്തായാലും ഇനി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് കൂടുതൽ വിശേഷങ്ങളും വിവരങ്ങളും കാണാം. അപ്പോൾ സുഹൃത്തുക്കളെ, അങ്ങനെ ഇന്ന് നമ്മളെ കൂട്ടത്തിലെ എല്ലാ തരത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തും പോയി. ഇൻറ്റീരിയർ ഡിസൈനർ, ബിൽഡർ, ഓണ്ടർപ്രണർ, അവിടെ മറ്റേ ഫേമസ് കപ്പിൾ, അവിടെ ഒരു പോക്ക് പോയി. ബാസിലിൻ്റെ അടുത്ത് പോയി. അപ്പോൾ KP ഒരു പാട്ടുകാരനാണെന്ന് എല്ലാവർക്കും അറിയാം, അതുപോലെ തന്നെ ഒരു ഗ്രാഫിക് ഡിസൈനർ ആണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെങ്കിൽ ഗ്രാഫിക് ഡിസൈൻ പഠിപ്പിക്കണ ഒരു അധ്യാപകനാണ് എന്നുള്ളത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. KP ഒരു പറ്റം വിദ്യാർത്ഥികളുടെ ആറ്റിലായ ഹെഡ് മാസ്റ്ററും ടീച്ചറാണ് KP. അപ്പം ഇന്ന് അത് നേരിൽ കാണും. ഒരുപാട് ദിവസമായിട്ട് KP പറയുന്നുണ്ടെങ്കിലും ഇന്നാണ് അത് നടന്നത്. നേരിൽ കണ്ട് എന്താണ് KP ഇവിടെ പഠിപ്പിക്കണമെന്ന് അറിയാൻ എൻ്റെ ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു. സ്റ്റൈൽ KPൻ്റെ ഒരു സ്റ്റൈല് ഇന്നാണ് കിട്ടിയത്. അതാണ് KPൻ്റെ സീറ്റ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളെല്ലാവരും കാണാൻ പോകുന്നത് KPൻ്റെ സ്റ്റുഡൻസിനെ കേട്ടോ. ഇത്രയും നേരം ഇങ്ങോട്ട് നോക്കി കുത്തിറക്കാൻ ഇപ്പൊ എൻട്രും എസ്കേപ്പൊക്കെ അടിച്ചാണ്ട് അപ്പൊ KPന്റെ സ്റ്റുഡൻസ് ആണ്ടത്. അച്ചടക്കൊന്നും ഇല്ലാതെ തോന്നണേ. അപ്പൊ ഇത് ഫുള്ള് KPന്റെ സ്റ്റുഡൻസ് ആണ്ടോ. KP പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളാണ്. എത്ര സ്റ്റുഡൻസിനെ ഇപ്പൊ ഇതിനോടകം നമ്മൾ പഠിപ്പിച്ചു വിട്ടു? ഇപ്പോൾ 4 ബാച്ച് കഴിഞ്ഞു. 4 ബാച്ച്. ഇപ്പോൾ ഈ ബാച്ചിലാണ് ഏറ്റവും കൂടുതൽ 18 കുട്ടികളുള്ള. കുറച്ച് കുട്ടികൾ ഈ വന്നു. ഓക്കെ. അപ്പം എല്ലാ ബാച്ചിലും കണ്ടമാനം കുട്ടികളൊക്കെ പഠിപ്പിച്ചു വിട്ടു ഗ്രാഫിക് ഡിസൈനിങ്. ഇനി ഏത് കമ്പനിക്ക് വേണ്ടി പോസ്റ്റർ തയ്യാറാക്കാനും ഇവരെ സുസജ്ജമാക്കി പോരാളികളെ തയ്യാറാക്കി. അപ്പം വൈകാതെ വലിയ വലിയ അപ്ഡേറ്റ്സ് വരുന്നതാണ്. അപ്പം ആർക്കൊക്കെ എങ്ങനെയൊക്കെ കോഴ്സിന് ചേരാം, KPൻ്റെ അണ്ടറിൽ എങ്ങനെയൊക്കെ പഠിക്കുക എന്നുള്ളത് നമ്മൾ വൈകാതെ പറയുന്നതാണ്. പരിപാടി ഉഷാറായിട്ട് പോകുന്നതാണ്. എങ്ങനെ ഇവിടെ 10 മണിക്ക് എത്തിയേ? 9 കട കടന്നു തുടങ്ങിയില്ല. രാവിലത്തെ വ്ളോഗിലേ 9 മണിക്ക് പോകണം നടക്കണേ. ഞാൻ ചെന്ന് വിളിച്ചപ്പോൾ 9:00. ഞാൻ കിടക്കാട്ടോ. അത് ഞാൻ പോയി വിളിച്ചു. എടാ പോണില്ലേ, 9:00 ആവട്ടെ. ഞാൻ വന്ന് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ വീട്ടിൽ നിന്ന് 3 പഴം തിന്നു. എൻ്റെ പേരേക്ക് പോയോ? ഇല്ലല്ലോ. എൻ്റെ വീട്ടിൽ നിന്ന് 3 പഴം തിന്നു. എന്നിട്ട് നേരെ പോന്നു. എന്നിട്ട് ഒരു കമ്മിയില്ല. അവിടെ കുറെ നേന്ത്രപ്പായ ഉണ്ടായിക്കണ. എന്നിട്ട് ഇവിടെ എത്തി. എത്ര മണിക്ക് ഇവിടെ എത്തി? 10:38. അൾട്ടോ നൈട്രോട്ട് പോകുന്നു. ഇതിലെ ഏറ്റവും ബ്രില്യൻറ്റ് സ്റ്റുഡൻറ്റ് എല്ലാവരും ചെയ്യും. എല്ലാവരും ബ്രില്യൻ്റ് ആണ്. എല്ലാവരും അടിപൊളിയാണ്. അവനാണ് ഇതിൽ കൂട്ടത്തിൽ അടിപൊളി എന്നാണ് പറഞ്ഞത്. സന്തോഷമായി. എല്ലാവരും ചെയ്യും. പിന്നെ കുറെ ആൾക്കാർ മടിയുണ്ട്. അതായത് ലാസ്റ്റ് ആകുമ്പോൾ ഒരു പൊടി കട്ടലുണ്ടാവില്ലേ, അത്രയും ദിവസം ചെയ്യാതെ ഇപ്പോൾ 25-ാം തീയതി ലാസ്റ്റ് ഡേറ്റ് കൊടുത്തുള്ളത് പോർട്ട്ഫോളിയോ കംപ്ലീറ്റ് ആക്കാൻ. പണിക്ക് പോകാനുള്ള. അപ്പോൾ ഇതുവരെ വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് വർത്തനൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നിട്ട് അവസാനം പോർട്ട്ഫോളിയോ എവിടെ, പേജ് എവിടെ ചോദിച്ചാൽ 4-ാം തീയതി ആ അവസ്ഥയാണ്. അപ്പോൾ എന്തായാലും ഇതാണ് KPൻ്റെ ക്ലാസ് റൂം. കണ്ടതിൽ സന്തോഷം. നമുക്ക് വന്നതിൽ സന്തോഷം. മറ്റത് വാനല്ലേ ആജയാണേ. ഞാൻ അപ്പം വാൻ്റെ ഒരു പരിപാടി ഉണ്ട് കേട്ടോ. അത് നമ്മൾ വൈകാതെ എല്ലാവരെയും അറിയിക്കുന്നതാവും. എന്താണ് പരിപാടി എന്ന് ഇപ്പം പറയൂല. ഒരു വാൻ പരിപാടി പിടിക്കുന്നുണ്ട് ഞാനും KP ഒക്കെ. അപ്പം എന്തായാലും വിശേഷങ്ങളും എല്ലാവരും കൂടെ നിൽക്കണം. അത്രയും കാലം നിന്ന പോലെ കൂടെ നിൽക്കണം. അപ്പോൾ എന്തായാലും KPൻ്റെ ക്ലാസ് റൂം എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. എന്തായാലും അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളും കാണാം.
സുഹൃത്തുക്കളെ ഔട്ട് ഓഫ് ദ സിലബസ് KP കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ വരുന്നതാണ് ഫിസിക്സ്. കെട്ടിട്ടതല്ല, ഇതെന്താ? ഞാൻ തൊടാ. കാല് താഴെ വന്നു. എടാ എന്ത് തീയറിയാ? അതങ്ങനെയാണ് ഫിക്ഷൻ പേരെന്നൊക്കെ വേണ്ടിയാവോ? അതിലെന്താ സയൻസ് എന്താ? നമ്മള് ഫിക്ഷൻ വരുമ്പോ എനർജി ഉണ്ടാവും. ജിം ശരിക്കും എടാ ഓനെ അടി ഇതെന്താ? ഇതിന്റെ പുറകിലുള്ള സയൻസ് എന്താ അറിയില്ല. ഇവന്റെ നല്ല പവർ ഉണ്ടല്ലോ. എങ്ങനെ ഇതാരെ കണ്ടുപിടിച്ചേ? എന്റെ പാട്ടാൽ കേട്ട് മടുത്താവും. ഞാനും കേൾപ്പി പാടാ. തുടങ്ങിക്കോ. ഏതാ പാട്ടാ? ഏത് പഠിക്കോ? അജാവാടാ. ജാതി കുളിരിട്ട് കരളുള്ളം തുടി കൊട്ടനെമ്പാടും അലങ്കാര പൊലിവുകളാ. കജാല പടി നിലച്ചെത്തേ പടി തൊട്ട് കണ്ണഞ്ചും പലവർണ്ണ പണീസുകൾ. മത്താരണച്ചേപ്പിൽ സ്വരലോകം വിരിക്കും മനമുണരും കുനുകുനപൻ കൈകളെ മൈലാഞ്ചിക്കൊത്ത്. കോലായി പടപ്പൂരം പന്തല് വട്ടം പുരുഷാർ സഭ നിറയും ചിരിപടരും കാരുടെ മുറുക്കാനൊത്ത്. കാലം മുറുക്കി രസിക്കവർ വട്ടം കൂടി പാട്ടുകൾ കെട്ടിപ്പാടി. അവർ പാടി ഞങ്ങളും പാടി നിങ്ങളും പാടി. വല്ലാത്തൊരതിർപ്പത്തിൻ കുതുകുലമാ അഹബംഗീഷ കൊതിക്കൊത്ത പുതുമാ. വല്ലാത്തൊരതിർപ്പത്തിൻ കുതുകുലമാ ഭംഗീഷ കൊതിക്കൊത്ത പുതുമാ. അജപ്പാമട മാണിക്കല്ലാടെ നിങ്ങള് ഞമ്മള് പെങ്ങള് മക്കളും തിങ്ങി വിളങ്ങി ഒരുങ്ങണ മംഗലം. ഓൾ ദ ബെസ്റ്റ്. പുതിയ തലോടി പറയൂ. തലോടി മറയുവത് ഒരു ചെറുമലര് തളിവിടേക്കനായി മിഴി നിറയും ഇതൊരു നദി പോലെയായി. അക്കമാകെയും ഒരു നിനവാ തലോടി മറയുവതെവിടെ നീ വിമോഹമൊഴുകിടും മകളേ നീ. ഞങ്ങള് പോയി. കൊറേ ആയി പറയണ ചാർജർ ആ എന്നാ കാണാൻ. KP കൊറേ വിളിച്ചോണ്ടിരിക്കണം. അപ്പം ഇന്ന് എന്തായാലും ഇതിൽ വന്നതാട്ടാ. അപ്പോൾ സുഹൃത്തുക്കളെ, അങ്ങനെ KPന്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമുക്ക് മറ്റൊരു ഓഫീസിലേക്ക് വരേണ്ടി വന്നു. അപ്പോൾ ഉദ്ഘാടന ദിവസം മുതൽ ഞാൻ നോക്കി കാണുന്ന ഓഫീസാണ് അച്ചുവിൻ്റെ ഓഫീസ്. അപ്പോൾ അച്ചുവിൻ്റെ ഓഫീസ് ആദ്യം അവിടെ ഇനി പിന്നെ എങ്ങോട്ടായി പിന്നെ അങ്ങോട്ട് മാറി. അപ്പം ഒരുപാട് മാറ്റങ്ങളാണ്. ഞാൻ ഇപ്പം ഇങ്ങോട്ട് വന്നിട്ട് എത്രയായി കാണും? ഇങ്ങോട്ട് വന്നിട്ട് കുറച്ചധികമായി. അപ്പം കാരണം എന്താ വെച്ചാൽ ഇവിടെ മതിലൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞാടി. ഇപ്പോൾ രണ്ടാമത് എന്തൊക്കെയാണ് മതിലൊക്കെ സെറ്റ് ചെയ്ത് ഉണ്ടാക്കി. അതേപോലെ ഗേറ്റിന് നീളം കൂട്ടി വീതി കൂട്ടി. മറ്റേ കാർ കൊടുന്ന് തിരിച്ചാൻ ഇറക്കാനൊക്കെ ഒരു ഗതിയാണ്. അത് ഫുള്ള് മാറ്റി ആസ്തറ്റിക് എങ്ങനെ ഇവിടെ ചെയ്യണത് കാണിച്ചെന്നാ ഇതാ. അപ്പം ഓൺഡ്രോ ഡിസൈൻസ് ഒരുക്കുന്ന ആസ്തറ്റിക് ഔട്ട്ഡോർ കസ്റ്റമൈസ്ഡ് ഔട്ട്ഡോർ ഫേമാണ് ഈ കാണുന്നത്. അപ്പം ഇതെന്താ കിണറോ? ഓക്കെ. അപ്പം അച്ചുവിൻ്റെ സ്വന്തം ഇൻറ്റീരിയർ
ഡിസൈനിങ് ഫേമായിട്ടുള്ള ഓൺട്രിയോയിലാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. അപ്പം നെബ്ഹാനുണ്ട്, അച്ചുവിൻ്റെ പാർട്ണറാണ്. അതുപോലെ തന്നെ 2 പേരുണ്ട്, ഹബീബും റാഷിദും. അപ്പം ഓലിവിടെ സ്ഥലത്തില്ല, പരിപാടികൾക്കായിട്ട് പോയേക്കാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഏതാനും സ്റ്റുഡൻസിനെ കാണാം. ഇതിൽ ആരൊക്കെ സ്റ്റുഡൻസ് ഉണ്ട്? നമ്മളെ കുട്ടികളുണ്ട്. അപ്പോൾ ഇതിൽ അച്ചുവിൻ്റെ സ്റ്റാഫ് ഉണ്ട്, അച്ചുവിൻ്റെ സ്റ്റുഡൻസ് ഉണ്ട്. എന്തിപ്പോൾ ഇതിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് 3D ഡിസൈനിങ്, ഇന്റീരിയർ തന്നെ. നമ്മളെ റൂമോ വീട്. അപ്പോൾ ജിമ്മിൻ്റെ ഫുൾ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അച്ചുവാണ്. അതുപോലെ തന്നെ എൻ്റെ വീടിൻ്റെ മേലെ ഭാഗം ട്രോഫി വെക്കുന്ന സ്ഥലം, അതുപോലെ TV സ്ഥലം, നമ്മളെ റൂം, കാര്യങ്ങളൊക്കെ. കൂടുതൽ ഇന്റീരിയർ പരിപാടി നിന്റെ പേരിൽ എടുത്തിട്ടില്ല, പക്ഷെ എടുത്ത സിമ്പിൾ പരിപാടി ഫുള്ള് ചെയ്തിരുന്നത് അച്ചുവാണ്. അപ്പം അച്ചുവിൻ്റെ ഓൺട്രിയോയിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഒരുപാട് മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നു. മാറ്റങ്ങൾ, നല്ല മാറ്റങ്ങൾ, വലിയ മാറ്റങ്ങൾ, വലിയ ലെവലിലേക്ക് പോയി. അത് ചെറിയ മാഷാള്ള സന്തോഷമുള്ള കാര്യമാണ്. ചെറിയ ലെവലിൽ നിന്നും സ്വന്തം കൂട്ടുകാർ നല്ല രീതിയിലായി വരുമ്പോൾ നമുക്ക് മനസ്സിക്ക് അത്രത്തോളം സന്തോഷം നൽകുന്ന കാര്യങ്ങൾ വേറല്ല. അപ്പം ഇപ്പം എത്ര സ്റ്റുഡൻസ് ഉണ്ട്? ഇപ്പം നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യണം. 6 മാസത്തിൽ ബാച്ച് സ്റ്റാർട്ട് ചെയ്യണം ഇൻഷാല്ലാ മാർച്ചിൽ. അപ്പോൾ ഇന്റീരിയർ ആരാണ് നിങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ടത്? ഇന്റീരിയർ പഠിച്ച് ഇന്റീരിയർ കോഴ്സ് കഴിഞ്ഞോല്ലേ? അങ്ങനെ കോഴ്സ് ഉണ്ട്. ഇനി ഇന്റീരിയർ തീരെ അറിയാത്ത ആൾക്കാർ ഡിപ്ലോമ കോഴ്സ് ആയി കൊടുക്കണം. നമ്മൾ 2 കോഴ്സും ആദ്യം മാർച്ചിൽ ഇൻഷാല്ലാ. അപ്പോൾ കോഴ്സും കാര്യങ്ങളിലൊക്കെ പഠിക്കാനും ഇന്റീരിയർ ഫേം കാര്യങ്ങൾ, ഇന്റീരിയർ ഫീൽഡിലേക്ക് വരാൻ താല്പര്യമുള്ള, കോഴ്സ് എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള, എന്നാൽ ആ ഒരു എക്സ്പീരിയൻസ് കുട്ടികളോട് ദേഷ്യമായി കാണിക്കാതെ വളരെ സൗഹൃദപരമായിട്ട്. ഇപ്പോൾ ഞാനിവിടെ വന്ന് നോക്കുമ്പോൾ എന്താ വെച്ചാൽ അച്ചു വ്ളോഗ് ഇട്ടിക്കണം. അപ്പോൾ സ്റ്റുഡൻസിനെ വിളിക്കാം, വരി വ്ളോഗ് കൂടി കാണാമെന്ന് പറഞ്ഞിട്ട്. അതിന് ഫുള്ള് വ്ളോഗ് അല്ല കേട്ടോ, പഠിത്തമുണ്ട്. പഠിത്തത്തിൻ്റെ ഒപ്പം എൻ്റർടൈൻമെൻറ്റുകൾ നിറഞ്ഞ ഒരു ഇൻറ്റീരിയർ പഠനം എന്നുള്ളൊരു സ്വപ്നം നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവർക്കും മിഡിൽ ക്ലാസ്സിനും റിച്ച് ഫാമിലി ആര് വന്നാലും അവർക്ക് ഈ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് അച്ചുവിനെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം അയാം അഫ്രാസ് എന്നുള്ള ഇൻസ്റ്റാഗ്രാം ഐഡിയിലേക്ക്, ഓൺട്രിയോ ഡിസൈൻസ് എന്നുള്ള ഇൻസ്റ്റാഗ്രാം ഐഡിയിലേക്ക് നിങ്ങളുടെ വിലയേറിയ മെസ്സേജുകൾ അയച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ അഡ്മിഷൻസ് എടുക്കാവുന്നതാണ്. അപ്പോൾ അതാണ് ഫേം കേട്ടോ. കാണിച്ചു കൊടുക്ക്. ഉള്ളു കാണിച്ചു കൊടുക്കണ്ടല്ലോ. ഉള്ളു കണ്ട ഇത് നമ്മളെ ഫ്രണ്ട്സിന്റെ ഫേം തന്നെ കേട്ടോ. ഇത് കമ്പനിക്കാരുടെ തന്നെ. അപ്പോൾ ഇവിടെ മൊത്തത്തിലൊരു ഇവിടെ ഒരു മിനി മഞ്ചേരിയത്തെ ഒരു ബിസിനസ് പാർക്ക് കണ്ടത് അടുത്ത ആളുണ്ട്. ബ്ലാക്ക് ടീ എന്ന് പറഞ്ഞിട്ട് കളർ കോഡ് ബ്ലാക്ക് ടീ. അതെന്താ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പരിപാടിയൊക്കെ എല്ലാം ഒരു കുടക്കീഴിലുള്ള ഫേമാണ് അച്ചുവിൻ്റെ കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ടും ഇന്റീരിയർ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും മറക്കാണ്ട് അച്ചുവിൻ്റെ ചാനൽ നോക്കുക. അതുപോലെ ഓൺട്രിയോ ഡിസൈൻസിൽ അപ്ഡേറ്റ്സ് നോക്കുക. ബാക്കി വിവരങ്ങളും വിശേഷങ്ങളൊക്കെ അതിൽ കാണാം. ആരും ഇവിടെ കട്ടാക്കി പോയിട്ടില്ല. പിന്നെന്തൊക്കെ സുഹൃത്ത് ബന്ധത്തിന് വില തരാത്ത ഇജ്ജാണ്, ഞാനല്ല. ജാനപ്പത്തിലെ വരാത്ത അതില് വരാത്തതോ? ഞാൻ അതിലൊക്കെ ഇല്ലേനെയോ. എപ്പോ? ഞാൻ ഇപ്പൊ എന്താ വരാഞ്ഞേ? പേരാമ്പ്ര കഴിഞ്ഞ് പെരേക്ക് പോന്നു, അത്രേ ഉള്ളൂ. പേരാമ്പ്രത്തെ പരിപാടി എത്ര ദിവസമായി? എന്നിട്ട് എനിക്ക് ഇതിൽ ഒന്നൂടെ ചെങ്ങ ഇന്നലെ ഇമ്മനെയും ഇവലെയും കൊണ്ട് പോവേനോ. ഇനിയാണ് പേരാമ്പ്രയിൽ വേനോ. ഇന്ന് ഞാൻ കോഴിക്കോടും പോയി. ഇനി നാളെ റൂമിന്റെ ഇതുണ്ട്. മറ്റന്നാൾ കോഴിക്കോട് പോവാ. ഇന്ന് കോഴിക്കോട് പോയാ പറഞ്ഞാല് റൂമും കാര്യങ്ങളും ബുക്ക് ചെയ്യണ്ടേ ബാലിത്തെ. അതിനു വേണ്ടി ഇവിടേക്കും വാഴക്കാടുക്ക് ഞാന് സഫാനെ വരുത്തിച്ചേരും. പക്ഷെ അത് പിന്നെ കോഴിക്കോട് ആയതാണ്, വാഴക്കാട് വന്നതിന്റെ ശേഷം. ആവശ്യങ്ങളുണ്ടല്ലോ. എടാ ആക്കിയതല്ല, ട്രെഡിന് സർപ്രൈസ് കൊടുക്കണ്ടെന്നാണ് പാത്ത് വിളിച്ചു. പിന്നെ അങ്ങനെ പറഞ്ഞപ്പം പോക്കുണ്ടായതാണ്. അല്ലെങ്കിൽ ഇവിടുന്ന് തീരുമാനമാക്കി മണാലിനെ അവിടുന്ന് വിടുവേനോ. ഞാൻ ബാസിലിന് സർപ്രൈസ് കൊടുക്കണ്ട വിളിച്ചൊക്കെ വരുമോ നോക്കട്ടെ. അല്ല ഞാൻ വരലില്ല. ഞാൻ ഏത് സർപ്രൈസിനും വരാത്ത. ഞാൻ എല്ലായിടത്തും എങ്ങനെയും എത്തേണ്ടേ. എങ്ങനെയും സർപ്രൈസ് ആവാൻ വരൂലേ. നമ്മള് പരിപാടി വെക്കുമ്പോഴൊക്കെ എങ്ങനെയൊക്കെ എത്താൻ നോക്കേണ്ടത്. എന്താ വെച്ചാൽ ഇവിടുന്ന് അത്രയും ദൂരം ഉള്ളതുകൊണ്ട് ട്രാവൽ കോസ്റ്റ് കൂടിയോണ്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ചിലത് വരാത്തുണ്ടാവും. ഞാൻ നമ്മളെ കൂട്ടുകാരെ പരിപാടി കൂടാൻ വരാൻ ഞാൻ ട്രാവൽ അലവൻസ് അയച്ചുതരാം. എനിക്ക് അതല്ലല്ലോ പറഞ്ഞത്. എന്നും പരിപാടി എന്നല്ല നായ അവിടെ അങ്ങനെ പറഞ്ഞതാണ്. പരിപാടി എന്നല്ല എന്നിപ്പോ വരലെടുക്കും, അതല്ലേ പറഞ്ഞോളൂ. അധികവും ഞാൻ വരലുണ്ട്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ നമ്മൾ പരിപാടി ഉണ്ടാക്കണ്ടെന്നാണ് ഇപ്പൊ പറയുന്നത്. അങ്ങനല്ലേ. ഇത് എന്തൊരു കഷ്ടപ്പെട്. ഞാൻ എന്താ പറയുക, ഇജ്ജ് എന്താ പറയണേ? ഞാൻ ഇജ്ജ് പറയണ തന്നെയാ പറയണത്. എന്നും പരിപാടിയല്ലേ ശപിക്കുക. ഞാൻ പറയട്ടെ, ഞാൻ എന്റെ പേരിൽ എന്നും പരിപാടി വെച്ച് എങ്ങനെ ഉണ്ടാവും? ഞാൻ വരും. പറയണ്ട ഞാൻ പറയണ്ട ഞാനോ? എന്ത്
എന്നും ഇങ്ങനെ പരിപാടി വെച്ചാൽ വരാൻ. ഇജ് വെക്ക്, ഇജ് എന്റെ പേരിൽ എന്നും പരിപാടി വെക്കും, ഞാൻ എന്നും പേരിന് കാണിച്ചതാ. നാളെ എന്റെ പേരിൽ സൽക്കാരം വരിങ്ങളെല്ലാരും. സൽക്കാരം അവിടെ ഇല്ലെങ്കിൽ തേങ്ങാമണ്ട എടുത്തിട്ട് തള്ള അടിച്ചാണ്ട് പൊളിച്ചല്ലേ കാരണം. കൺഫേം നാളെ രാത്രി ഇവിടെ നബീലമ്മദ് നാളെ രാത്രി ഞാൻ അതിലെ വരുമ്പോ 10-നും 10:30 കിടക്ക്. ഓക്കെ. ആ അവിടെ സൽക്കാരല്ലെങ്കിൽ വാളയാർ ചെക്ക് പരമശിവ പറയണം, പരമശിവം. ആയിക്കോട്ടെ, ഞാൻ വെക്കും ഇവിടെ. 10-നും 10:30 കിടക്ക്. ആയിക്കോട്ടെ, വാളയാർ ചെക്ക് പോസ്റ്റില്. ഓ ആയിക്കോട്ടെ. ആ ഞാൻ ഇവിടെ ബിരിയാണി ചെമ്പൊട്ടിച്ചു. ചെമ്പൊട്ടിച്ചില്ല എന്നാലും ഞാനുണ്ടാവും. ആ ബാസിലും ഉണ്ടോ? ഞാൻ മനോട് പറയട്ടെ. നാളെ സംസ്കാരം എത്ര മണിന്റെ ഇടയിലാ പറയും ഇവിടെ പേരല്ലേ ബാസിലും അനാനും വരും. ആ നാളെ രാത്രി സൽക്കാരാണ്. സൽക്കാരാണ്. നബീലുണ്ടല്ലോ സുബൈ ബാങ്ക് കൊടുക്കണവരെ ഗെയിം കളിച്ചിരിക്കല എമങ്ങസ്. പോണേ 5:45 വരെ കളിച്ചലുണ്ട്. അന്നെ തല്ലി ആ സൽക്കാരം പറഞ്ഞടാ. അത് ഒന്ന് തീരുമാനക്കട്ടെ. നോക്കട്ടെ. നാളെ സൽക്കാരം ഉണ്ട്. ഇമ്മ ഇബല് കുട്ടികളെ എമങ്ങസ് കളിച്ചിരിക്കലാണ് 5:30 വരെ. ഈ നബീല് +2 പരീക്ഷ ഉള്ള കൊറേ കുട്ടികളെ തസ്ബീസ് ആക്കിണ്ട്. ഉമ്മ പോയി. എടാ നബീല എനിക്ക് എന്ത് ഇതാ കിട്ടണ നബീല? ആ ചെറിയ കുട്ടികളെ, ആ കുട്ടികൾക്കൊക്കെ +2 എക്സാം ആട്ടോ സയൻസ്. ഞാനല്ല എന്നെ ഫീൽ ഇങ്ങോട്ട് വിളിച്ചാണ്. പുതിയ കാറ് ഫേസ് ടൈം ഓണാക്ക്. എന്താ ഫേസ് ടൈം ഓണാക്കിട്ട് പറയും. കണ്ടോ ഇതെങ്ങനെ തുറക്കും? പിന്നെ ഇതും തുറക്കുണ്ടോ? ഇന്ന് വാസിലുണ്ട് ഇവിടെ. വാസിലിന്ന് ഇവിടെ. വാസിലെ ഇതെന്താ പറ്റിയ? പെണ്ണുങ്ങൾ പുറത്താക്കിയോ? എന്തെങ്കിലും പ്രശ്നമായോ ക്ലബില്? പെണ്ണുങ്ങള് പോയടാ. എടാ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പറയും, നമുക്ക് സംസാരിച്ചാ. ട്രിപ്പ് പോയി. നമ്മള് സെറ്റ് ആക്കാം. അവള് പോയടാ, ഊട്ടിക്ക് പോയി. നാളെ വരും. സാലടാ മനുഷ്യന്മാരെ അല്ല നെഷോ പോയെങ്കിൽ നമുക്ക് വേറെ ആളെ സെറ്റ് ആക്കാം. സീനൊന്നുമില്ല. എനക്കതാ പണി. അല്ല ഒരു പെണ്ണ് പോയി വിചാരിച്ചാണ്ട് സങ്കടപ്പെടരുതെന്ന് പറയാം. ഹലോ സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. എവിടെ കാണുന്നില്ല സുഹൃത്തുക്കളെ കണ്ടോളി. ബ്ലോഗ് കണ്ടപ്പോ ഒറിജിനൽ മുഖം കണ്ടോളി. ഇവന്റെ ഒറിജിനൽ പരിപാടി കണ്ടോളി. ഇതാ ബാസിലിന്റെ പെണ്ണുങ്ങൾ ടൂർ പോയപ്പോ വേറെ പെണ്ണുങ്ങൾ വേണമെന്ന്. അതാണ് ഇവന്റെ പരിപാടി. പിന്നെ പെണ്ണല്ലേ പോയിക്കോട്ടെ, അതിന് സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ സുഹൃത്തുക്കളെ ഇതേ നബീലിന്റെ കള്ളി വെളിച്ചത്താക്കൽ പാർട്ട് 2 ആണ് നമ്മൾ ഇന്ന് പുറത്തിട്ടിരിക്കുന്നത്. ആണാ ആൾക്കാർക്കൊക്കെ മനസ്സിലാണ് ആണ്. കഴിഞ്ഞ 10 മിനിറ്റ് വർക്കിംഗ് ആ. 10-നും 10:30 അടിയില് വാളയാർ ചെക്ക് പോസ്റ്റിൽ പരമശിവം കടത്തുന്ന് പറഞ്ഞ കടത്തിരിക്കും. പരമശിവാണ് പറയുന്നത്. പരമശിവൻ പറഞ്ഞ ചെയ്യും, പറയുന്ന ചെയ്യും. ആ സാധനം മാത്രം ഒന്ന് കട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല ഇത് ഈ വ്ളോഗിന്റെ പ്രശ്നമുണ്ട്. കട്ടിങ് ഇല്ല. നമുക്ക് പണ്ട് കട്ടിങ് പേശില്ല, ഇടുക്കാൻ വിടാ കേട്ടോ. അപ്പൊ എനിക്ക് അറിയാം അങ്ങനത്തെ പരിപാടികളൊക്കെ മോശമാണ്. എന്നാ പറയും ഇതില് പറയും ഇജ്ജ് കള്ളനാണ് എന്ന് പറയും. ഇത്രയും കാലം ഞാൻ അഭിനയിക്കുകയായിരുന്നു എന്ന് പറയും.
എടാ കേപ്പി അത് കട്ട് ചെയ്യണം കേട്ടോ മുത്തേ. കണ്ണിലൊക്കെ വെള്ളം നിറഞ്ഞു. നബീലിന്റെ 100ഓളം വരുന്ന കുടുംബ പ്രേക്ഷകർ മൊത്തം ഇതോടെ പിരിഞ്ഞു പോകാൻ പോവാണ്. പിന്നെ നശ്വ കുറെ വിചാരിച്ചു കിട്ടും ഓനറിയില്ലേ നശ്വന്റെ ഒരു മെസ്സേജ് അയക്കും ആടാ കള്ള ഞാനൊന്ന് മാറിയപ്പോ ഏരപ്പാളി ഇവനൊക്കെ പാടങ്ങൾ നടക്കണോ ചോടെ ഇവന്റെ ഒക്കെ പാടച്ച് നടക്കണോ ചോദിച്ചു. അങ്ങനെ പറഞ്ഞതല്ലേ അത് ഫണ്ണല്ലേ, അതിപ്പോ കാണുന്നവർക്കൊക്കെ മനസ്സിലാവില്ലേ. ഇജ്ജാന് ഫണ്ണിന് പറഞ്ഞല്ലോ മുത്തേ ഫണ്ണിയായി പറയാം, നമ്മള് ഫണ്ണി ആയിട്ട് എടുക്കും. അതൊക്കെ ഫണ്ണാണ്. എന്നാ അപ്പൊ സുഹൃത്തുക്കളെ നാളെ 10നും 10:30ക്കും ഇടയില് നാളെ നബീലിന്റെ പേരില് എല്ലാരും വായക്കാട് മുണ്ടുമൊഴി ബ്ലോഗിന്റെ അപ്ലോഡും വേണം. നാളെ അവിടെ ഒരു കല്യാണത്തില്ല ആൾക്കാര് പറട്ടെ. ആൾക്കാർ വരട്ടെ. ആദ്യം പറഞ്ഞു ഒഴിവാക്കി ഞാൻ പറ്റ സൽക്കാരം ക്യാൻസൽ ആക്കി. അത് കൂടി പറയും. ഇതിലെന്നെ പറഞ്ഞ ഞാൻ ഫേക്ക് സൽക്കാരമാണ് ഞാൻ വെച്ചത് പറഞ്ഞ. അങ്ങനെ ഒരു സൽക്കാരേ നടക്കണില്ല. സുഹൃത്തുക്കളെ അങ്ങനത്തെ ഒരു സൽക്കാരം. അപ്പോൾ സുഹൃത്തുക്കളെ ഇത് നമ്മളൊരു ഫുള്ളി കണക്റ്റഡ് വ്ളോഗാണ്. ഇന്നത്തെ ഒരു ദിവസം നമ്മൾ മനസ്സിലാക്കിയത് എന്താ വെച്ചാൽ നമ്മളെ കൂട്ടത്തിൽ വർക്ക് ചെയ്യണം, എല്ലാവരും പോയി വിസിറ്റ് ചെയ്യുക, കാണുക, പോരുക. കാരണം നമുക്ക് എല്ലാവരും പണ്ടത്തെ പോലെ കിട്ടണില്ല. അപ്പോൾ കിട്ടാത്തപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങോട്ട് പോയി കാണുക എന്നുള്ളൊരു ടേംസ് ആൻഡ് കണ്ടീഷനിലാണ് നമ്മളിന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പം ഇപ്പോൾ ലാസ്റ്റ് നബീൽ പറഞ്ഞത് ആരും കാര്യമാക്കി എടുക്കരുത് കേട്ടോ. കാരണം നമ്മളെ ഇടയിൽ ഇപ്പം ലവ് ഫെയിലിയർ അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ യൂഷ്വലി പറയുന്ന ഡയലോഗാണ് ഓളല്ലെങ്കിൽ വേറെ ആളെ നമുക്ക് സെറ്റാക്കാം, ഞമ്മക്കാണോ ആളെ കിട്ടാൻ പണി, അങ്ങനത്തെ ഒരു സ്റ്റൈലിലാണ് ആ ഡയലോഗ്. അപ്പോൾ അതൊന്നും വലിയ സീരിയസ് ആയിട്ട് ആരും എടുക്കരുത്. കാരണം പുതിയാപ്പിളക്ക് വരെ ഓന് അത്ര സീരിയസ് ആക്കി എടുക്കാത്ത കാര്യം ബാക്കിയുള്ള സീരിയസ് ആക്കി എടുക്കരുത്. അത് നമ്മൾ ഫണ്ണായിട്ട് പറയണം. അത് ഞാൻ ഓനോട് പറയും, എന്നോട് പറയും. നമ്മൾ കൂട്ടുകാർ നമ്മളെ ഇടയിലൊരു ഫ്രീഡം, അത് അങ്ങനെ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊന്നും ആരും സീരിയസ് ആക്കി എടുത്ത് വലിയ ഓൻ കാര്യത്തിൽ പറഞ്ഞ പോലെ ആക്കരുത്. അപ്പം എന്നാലും നബീൽ ഇങ്ങനെയൊക്കെ പറയലുണ്ട്. ഇതൊന്നും വ്ളോഗിൽ വരില്ല. വ്ളോഗിലാണ് ഇപ്പം എങ്ങനെയാ പറയോ നഷ്വ പോയോ, ഓ ദാമ്പത്യ ജീവിതത്തിൽ നഷ്വല്ലാതെ ഇനിയിപ്പോൾ എങ്ങനെ ഈ ഒരാഴ്ച എങ്ങനെ ബാസിലും നഷ്വയും കഴിഞ്ഞു പോകും. എന്നിട്ട് വ്ളോഗിലല്ലെങ്കിൽ നബീല് നഷ്വ പോയോ, വേറെ പെണ്ണിനെ സെറ്റാക്കാ, എന്താ പ്രശ്നം? അതായത് നബീല് എങ്ങനെയാണെന്നുള്ളത് ഇപ്പോഴും ആൾക്കാർക്ക് കറക്റ്റ് മനസ്സിലായിട്ടില്ല. അപ്പൊ ഞാനെന്താ ഓരോ എപ്പിസോഡുകൾ ഇട്ടെടുത്തിട്ട് മറ്റേ കുറ്റമൊക്കെ നമ്മളെ തരില്ല. കാരണം നബീല് വ്ളോഗ് എടുക്കുന്നതിന് മുന്നേ നമ്മളെ പിരി കെട്ടി വെച്ചേക്കും. അപ്പൊ ഈ പിരിയൊക്കെ നമ്മൾ വ്ളോഗിലാവും. അപ്പൊ ആൾക്കാരെ വിചാരം എന്താ വെച്ചാല് അപ്പൊ നബീൽ ഇങ്ങനെ വെട്ടുകൊള്ള. ഇപ്പൊ ആ വീഡിയോയിൽ കണ്ടില്ല, ലാസ്റ്റില് മുഖമൊക്കെ മാറി ഇങ്ങനെ. ഫസ്റ്റിൽ എന്താവും എന്റെ കോൺഫിഡൻസ്, അല്ലെങ്കിൽ വേറെ പെട്ടെന്ന് സെറ്റ് ആക്കാന്നൊക്കെ പറഞ്ഞു വ്ളോഗിന്റെ പറഞ്ഞപ്പോ ഇങ്ങനെയായി ഒറ്റടിക്ക് ഡിലീറ്റ് ആക്കി കൂടെ അവിടെ നിന്ന് കട്ട് ചെയ്ത് കൂടെ ഇറങ്ങുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മളടിയിലെ കാര്യങ്ങളാണ്, അത് നമ്മൾ അങ്ങനെ എടുക്കും. അപ്പോൾ ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് എന്താ വെച്ചാൽ 23rd ഷാദി മസ്തി റിലീസാവാൻ പോവാണ്. നമ്മളെല്ലാവരും എഫേർട്ട് എടുത്ത്, ഞാനും ബാസിലൊക്കെ ഒന്നടങ്കം 3 ദിവസം എഫേർട്ട് എടുത്ത് അങ്ങനെ അവസാനം അത് റിലീസ് ആവുകയാണ്. അഭിനയ് പറയണ പോലല്ല 3 ദിവസം അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ, പക്ഷെ ഞാനില്ല, കഴിഞ്ഞതോടെ കഴിഞ്ഞു. അപ്പം അഭിനയം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, സത്യം പറയാലോ, ഏറ്റവും മോസ്റ്റ് ഡിഫിക്കൽട്ട് ആർട്ട് ടു ബി ലേൺഡ് ആണ് അഭിനയം എന്ന് പറഞ്ഞത്. എല്ലാത്തിൻ്റെതായ റിസ്ക് ഉണ്ട്. പക്ഷേങ്കിൽ നമ്മൾ അറിയാത്ത ഒരാളായിട്ട് അവിടെ ചെന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര റിസ്ക്കാണ് ആ കല മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരോടും പറയുന്നുണ്ട്, എൻ്റെ ആദ്യത്തേതും അവസാനത്തേതുമായ സിനിമയാണ് കാട്ടാളം ഞാൻ പറയലുണ്ട്. ബട്ട് കുഴപ്പമില്ലാതെ മാനേജ് ചെയ്ത് പോകാൻ പറ്റും. ഇഫ് വി ട്രെയിൻ, നമ്മൾ ഒരുപാട് പരിശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതിൻ്റെ പുറകെ ഇപ്പോൾ നമ്മൾ ബാക്കിയുള്ള പരിപാടികളൊക്കെ മാറ്റിച്ച് പരിശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിജയത്തിൽ എത്തിച്ചു വരും. പക്ഷേ ഇറ്റ്സ് എ റിസ്കി പ്രോസസ്, ഇറ്റ്സ് എ റിസ്കി തിങ്. അതായത് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് ആ റിസ്ക് എപ്പോഴും അതിനുണ്ടാവും. അപ്പോൾ ഷാദി മസ്തി നമ്മളെല്ലാവരും തകർത്ത് അഭിനയിച്ച് 3 ദിവസത്തോളം എഫേർട്ട് ഇട്ട് 4 ദിവസം അല്ല, ഒരു ദിവസം ഫുള്ള് ഡാൻസ് പഠിച്ച് 3 ദിവസം ഫുൾ എഫേർട്ട് ഇട്ടിട്ട് നമ്മൾ ഷൂട്ട് ചെയ്ത് മഴയത്തും വെയിലത്തും ഷൂട്ട് ചെയ്തിട്ടുള്ള നമ്മളെ തന്നെ പ്രൊജക്റ്റാണ്. സോ സൈന ഇന്ത്യയിൽ സൈന മ്യൂസിക്കിൻ്റെ പേജിൽ 23-ാം തീയതി നമ്മളെ പാട്ട് റിലീസാകാൻ പോവാണ്. ശ്രീഹരിയാണ് മ്യൂസിക് ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത്. അപ്പം ശ്രീഹരിയും ഞാനും കൂടി ചെയ്യണ ഫസ്റ്റ് കൊളാബറേഷനാണ്. നമ്മൾ രണ്ടാളും തമ്മിൽ നടക്കുന്ന ഫസ്റ്റ് പാട്ടാണ്. സോ എല്ലാവരും കാണണം, മസ്റ്റായിട്ടും കേൾക്കണം.
എന്തായാലും പാട്ട് റിലീസായാലും നമ്മൾ അറിയിക്കും. എല്ലാവരും പാട്ട് കേട്ടിട്ട് അഭിപ്രായങ്ങളും കാര്യങ്ങളും പറയണം. അപ്പോൾ അതുപോലെ തന്നെ അതിൽ QR ഇല്ലാത്തൊന്ന് കാണിച്ചു തരുമോ? QR ഇടല്ലേ? QR ഇട്ടാൽ എന്ന് വെച്ച് പണിയാവും. അപ്പം നമ്മളെ നാട്ടിൽ ഇപ്പോൾ നമ്മളെ ഫിറോസ് കുന്നംപറമ്പിലിൻ്റെ പേജിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മളെ നാട്ടിലൊരു ചെറിയ മോള് ഒരു അസുഖമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ട്. ഞാൻ വായിച്ചുതരാം. 4 മാസം മുമ്പ് വരെ കളിയും ചിരിയും കുസൃതിയുമായി നടന്നിരുന്ന പൊന്നു മോളാണ്. അപ്പം ജീവൻ രക്ഷിക്കാൻ 1,20,00,000 രൂപ വേണം. ഉമ്മയുടെ വേദന കാണാതെ പോകരുത്. അപ്പം ദുആ മെഹർ എന്ന് പറഞ്ഞിട്ടുള്ള മോളെ വീഡിയോ ഫിറോസ് കുന്നംപറമ്പിലിൻ്റെ പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫിറോസ് കുന്നംപറമ്പിൻ്റെ പേജിൽ പോയി നോക്കിയാൽ ഈ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ വീഡിയോയിൽ തന്നെ ഒരു QR കോഡ് ഉണ്ട്. അതെന്താ വെച്ചാൽ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ QR കോഡ് ഇടുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഞങ്ങൾ പണ്ട് ഇതേപോലെ ഒരു QR കോഡ് ഇട്ട ടൈമിൽ ഞങ്ങൾക്ക് രണ്ടാക്കും യൂട്യൂബ് പല ടൈപ്പിലാണ് മോണിറ്റർ ചെയ്യാം. അതായത് അനധികൃതമായി പണപ്പിരിവ് എന്നുള്ളതിൽ നമുക്ക് അക്കൗണ്ടിന് പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിൽ ഡയറക്റ്റ് QR ഞാൻ കാണിക്കണില്ല. പക്ഷേ നിങ്ങൾക്ക് പേജ് സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. പക്ഷേ അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് നോക്കിക്കോളി. ഈ 3 ഗൂഗിൾ പേക്ക് നിങ്ങൾക്ക് പൈസ അയക്കാൻ പറ്റുന്നതാണ്. ഈ UPI ID ക്ക് നിങ്ങൾക്ക് പൈസ അയക്കാൻ പറ്റുന്നതാണ്. ഈ അക്കൗണ്ടിൽ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളും ഫുൾ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. സോ ഇപ്പോൾ 75 ലക്ഷം റുപ്യേൻ്റെ അടുത്ത് കളക്റ്റായി. അപ്പം ഇന്നോ നാളായിട്ട് കോടിൻ്റെ എന്തോ ആവശ്യമുണ്ട്. സോ സഹായിക്കാൻ പറ്റുന്നവർ സഹായിക്കുക. നമ്മളെ നാട്ടിലെ തന്നെ ജെന്യൂൻ ആയിട്ടുള്ളൊരു കേസാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കേസാണ്. സോ മസ്റ്റായിട്ടും പറ്റുന്നവരൊക്കെ ഹെൽപ്പ് ചെയ്യുക. ഞങ്ങൾ നിലമ്പൂരെല്ലാവരും ഒത്തുചേർന്ന് ഫണ്ട് കളക്ഷൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളെ കൊണ്ടാവുന്നത് ഞങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ കൊണ്ടാവുന്നത് നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്യുക, ഒന്ന് സഹായിക്കുക. അപ്പം ഇതാണ് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും വ്ളോഗ് കണ്ടതിന് എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് us. We are going to പിന്നെ കൊട്ടേഷൻ കൊടുത്തിട്ട് കണ്ടോള് ഓള് തല്ലി കൊല്ലും. അപ്പൊ നബീലിനുള്ളത് ഇപ്പം വൈകാതെ വരും. സഹിക്കൂല. നബീലിന് തലേ വന്നിട്ടോ ഏത് നേരത്താണോ? നബീലിന് കോളിലൊന്നുമില്ലേ, ക്യാരക്ടർ ഇട്ട് നിൽക്കൂല. നബീലിനെ വീട്ടിൽ വിളിച്ചാൽ വരൂല. നബീല് ആദ്യത്തെ നെസ്വന്റെ അടുത്ത് നിൽക്കാറോ. അപ്പൊ നബീലിന് നമ്മൾ വേറൊരു പ്രാങ്ക് കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് നബീലിന് പ്രാങ്ക് ചെയ്യണത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മളെന്താ ചെയ്യാൻ പറ്റുക, അതായത് നബീലിൻ്റെ പേരൻ്റെ മുന്നിൽ അതായത് പീഡിയക്കാൾ ഉണ്ടാക്കിയിരിക്കണം, പീഡിയപ്പേര ഉണ്ടാക്കിയിരിക്കണം. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഷട്ടർ ഉദ്ഘാടനം നമ്മളാണ്. ഗംഭീര ഹനാൻ മ്യൂസിക് ഷോ എന്ന് പറഞ്ഞിട്ട് കിടന്നു. അത് കിടന്നല്ലേ. പക്ഷെ ഞാൻ ഇന്നലെ രാത്രി വിശന്നപ്പോൾ രണ്ടാമത് പൂത്തുക്കണത് ഇങ്ങോട്ട് നോക്ക്. അതാണ് രാത്രി കാണാൻ നല്ല ചൊറക്കുണ്ട്. പക്ഷെ തിന്നാനും ടേസ്റ്റ് ഉണ്ട്. വിശന്നിട്ടേക്കാരോ സാരം പൂത്തുക്കിട്. രണ്ടെണ്ണം തിന്നിട്ടേ നെഞ്ചത്താണ് കുടുങ്ങി. ഞാൻ കൊറേ ചിരിച്ചിട്ടോ. അല്ല ചിരിച്ചാനേ ഒരു മാസത്തെ കഥ. അപ്പം വ്ളോഗില് പറയാൻ പറ്റാത്ത കുറെ കഥകൾ ഞങ്ങള് പറഞ്ഞു ചിരിച്ച്. സമയം 12 അതായത് ബാസിലൊന്നും 10 മണിന്റെ ശേഷം എവിടെയും കാണാനില്ല. ബാസിൽ നിന്ന് ചിരിച്ചുകൊണ്ടാണ് അവന്റെ സൗണ്ട് പകുതി പോയിക്കണത്. അപ്പം ഇക്കണൊന്ന് ആലോചിച്ച് നമ്മളടുത്ത് വ്ളോഗിൽ കാണിച്ച് ചിരിപ്പിച്ചാൽ തന്നെ 100 കൂട്ടം കഥകൾ നമ്മുടെ അടുത്തുണ്ട്. അപ്പൊ അതിൽ പറയാത്ത കഥകളും കൂടി നമ്മുടെ അടുത്ത് ചിരിച്ചാണ്ട് പറഞ്ഞൊന്ന് ആലോചിക്കുക. അതായത് ഹെവി പ്രൊഫൈലുള്ള ആൾക്കാരെ കഥയാണ് ഇതൊക്കെ. അത് നമ്മൾ പറയൂല. അതായത് അത്രയും സമൂഹത്തിന്റെ അത്രയും വലിയ ലെവലിൽ നിൽക്കുന്ന ആൾക്കാർ. എനിക്കെന്താ വെച്ചാല് എനിക്ക് നല്ല കഥയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതേമാതിരി ലോങ് യാത്രകളൊക്കെ ചെയ്തപ്പോ ഇങ്ങനെ വരും കുറെ ആൾക്കാരെ പറ്റി കഥകളുണ്ടാവും. അതെല്ലാം ഒരുമിച്ചിരുന്ന് കേൾക്കും. അപ്പൊ ചിറിച്ച് പടയിക്കണ്. പക്ഷെ ഞങ്ങൾക്ക് പറഞ്ഞുതരാൻ കഴിയില്ല. പറഞ്ഞുതരാൻ കഴിയില്ല. പറഞ്ഞെന്താ വെച്ചാല് നമ്മൾ ഓരോ മോശക്കാരാക്കി എന്നുള്ളൊരു അല്ലേ പറ്റാക്കിയില്ല. പക്ഷെ ഞമ്മക്ക് പറയാം. പക്ഷെ ഞങ്ങൾക്കറിയാം ആരാണ് മോശക്കാരാവണമെന്ന്. പക്ഷെ എന്നാ നമ്മളെ ഓല എന്താക്കൂല, മോശക്കാരാക്കൂല. അതുകൊണ്ട് നിങ്ങളും നമ്മളും മോശക്കാരാവണില്ല. അതാണ് ഇതിന്റെ ഒരു ഡീല്. കേട്ടോ, മോശമായല്ലോ. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വ്ളോഗ് ഗൈസ്. 29 lakh സബ്സ്ക്രൈബേഴ്സിലേക്ക് നമ്മൾ ഓരോരുത്തരും കാലെടുത്ത് കുതിക്കുകയാണ് ഈ ഒരു ജൈത്രയാത്രയിൽ. 3 മില്യൺ കഴിയേണ്ട സമയം കഴിഞ്ഞു. പക്ഷെ ഞാൻ ഗ്യാപ്പ് എടുത്തു. അതായത് ഇക്കൊല്ലം ഒരുപാട് ഗ്യാപ്പുകളൊന്നും നവംബറിൽ ഉണ്ടാവും. നോമ്പിന് ഇപ്പൊ തന്നെ ഞാൻ ഓർഡർ ചെയ്ത് വെച്ചിരിക്കുന്നത് അമ്മാതിരി സാധനങ്ങളെയാണ്.
നല്ല വ്ളോഗ് ആൾക്കാർക്ക് കിട്ടും. ഫസ്റ്റ് ഓർഡർ ചെയ്ത മതം പൊട്ടിയ കുതിരയുണ്ട്, അയിമ കുതിര ബിരിയാണി. അയിമ എല്ലാവരും നോമ്പ് തുറക്കാൻ വരുന്നത് കൂറ്റമ്പാർന്ന്, അതായത് കൂറ്റമ്പാർന്ന് 5 മണിക്ക് ഫുള്ള് ഓടിച്ച് ഇവിടെ എത്ര ആൾക്ക് ഇവിടെ നോമ്പ് തുറക്കാം. നബീലാണ് ഏത് വണ്ടിയിട്ടല്ലോ ആദ്യമായിട്ട് ഓട്ടർ പറയല്. അപ്പൊ ഞാൻ നബീലിനെ വിളിക്കാം. അല്ല, ഫസ്റ്റ് നബീലെന്നെ തുടങ്ങിക്കോട്ടെ. അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ ഇതൊന്നുമില്ല, എതിർഭിപ്രായങ്ങളൊന്നുമില്ല. അങ്ങനെ മതം പൊട്ടിയ കുതിരനെ ഓട്ടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഓടിച്ചോട്ടെ, നമുക്ക് ആർക്കും ബുദ്ധിമുട്ടില്ല. നബീലിന് അതൊരു ബുദ്ധിമുട്ടില്ല, നബീലിന് അതൊക്കെ ഒരു ത്രില്ലാണ്. മതം പൊട്ടിയ കുതിര എന്നാ ഓക്കെ ഓട്ടാലോ എന്നുള്ള ഒരൊറ്റ ബുദ്ധിയാണ് നബീല്. പക്ഷെ പാവണ്ട, ഞാൻ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ പോകാനങ്ങനെ തുറന്ന് കാണിക്കണുണ്ടല്ലോ, ഉള്ളിലൊരു ഇതാണെങ്കിലും ആള് പച്ച സാധുവാണ് കേട്ടോ, ചാമ്പി വിട്ടിട്ട് ഇക്കൊല്ലം പറഞ്ഞാട്ട്. അപ്പം ശുദ്ധനാണ്, ശുദ്ധനാണ്, ഉള്ളിലൊന്നുമില്ല. അതുകൊണ്ടാണ് പുറത്തേക്ക് ഇങ്ങനെ ഇനിയൊന്നും പറയുന്നില്ല. അപ്പം ഇതേമാതിരി തന്നെ ഞങ്ങളും കേട്ടോ, അതായത് ഞാനും ബാസിലൊക്കെ ഇതേപോലെ. പക്ഷെ ഞങ്ങളൊക്കെ എന്ത് ചെയ്യും, ഇതേപോലെ നമ്മൾ വ്ളോഗിൽ നിൽക്കും. നമ്മളായിട്ടാണ് നിൽക്കണത്, നമ്മൾ പുറത്തില്ല. അത് ഇജ്ജ് പറയും. അപ്പം വ്ളോഗ് എടുക്കുമ്പോ ഇങ്ങനെ നിൽക്കും, എന്നിട്ട് കമന്റ് ബോക്സ് ഫുള്ള് പാവൻ നബീലിക്ക എല്ലാരും ഊക്കി കൊല്ലുന്നു. ഞങ്ങൾ അസ്വസ്ഥരാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇതെന്ന് വെച്ചാൽ പാവത്തരം കൊണ്ട് ഒരു 100ഓളം പേര് പാവത്തരം കൊണ്ട് 100ഓളം വരുന്ന കുടുംബ പ്രേക്ഷകരെ പ്രീതി പിടിച്ചു പറ്റി അയിമലാണ് ബാലൻസ് ചെയ്ത് നിൽക്കുന്നത്. അതൊക്കെ തിരിഞ്ഞു. ഇപ്പൊ 150ഓളം പ്രേക്ഷകരെ എതിരാണ്. അപ്പൊ ഇതൊക്കെയാണ് നടക്കുന്ന സംഭവങ്ങള്. അപ്പൊ തീർച്ചയായും ആര് വരണം, ബാസിൽ തന്നെ വരണം. അവിടെ ലൊക്കേഷൻ ഇട്ടിട്ട് നമുക്ക് മറ്റേ പ്ലാൻ ആക്കണം. അതെന്താ പ്ലാൻ വെച്ചാല്, നബീൽ ഒരു ദിവസം നമ്മളെന്ത് ചെയ്യാണ്, നബീലിനെ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ഇൻസ്റ്റയിൽ ഒരു ദിവസം സ്റ്റോറിന്ന് ഇതിന്നൊക്കെ റിമൂവ് ആക്കും. എന്നിട്ട് നബീൽ ഇത് കാണൂലേ, എന്നിട്ട് നബീലിന്റെ ലൊക്കേഷൻ ഒരു ദിവസം എന്ത് ചെയ്യും, ഹിന്റ് ഇട്ടിട്ട് നമ്മൾ വാട്സപ്പ് അയക്കും. എന്നിട്ട് അത് കോപ്പി അടിച്ച് കറക്റ്റ് ലൊക്കേഷൻ, അതായത് ലൊക്കേഷൻ എത്തിയിട്ട് യുവർ ലൊക്കേഷൻ ഈസ് ഓൺ ദ ലെഫ്റ്റ് അങ്ങനെ കാണിക്കും. അത്രയും അക്യുറേറ്റ് ആക്കും. എന്നിട്ട് നമ്മളെന്ത് പറയും, നബീൽ പീഡിയമുറി ഉണ്ടാക്കിയിരിക്കണ്. അപ്പൊ നബീലിന്റെ പുതിയ സംരംഭമായ ഫിർമിംഗോന്റെ ഉദ്ഘാടനം അത് അവിടെ നല്ല ഉണ്ടാക്കുന്നത്, അത് വേറെ എവിടെയാണ്. അപ്പൊ നബീലിന്റെ ഫിർമിംഗോന്റെ ഉദ്ഘാടനത്തിന് ഘനഗംഭീരമായി ഹനാൻഷാ ലൈവ്, ആദ്യമായി വായക്കാട് മുണ്ടുമൊയില് ഫുൾ ബാൻഡ് ഷോ, ഉച്ച മുതൽ റോഡൊക്കെ ബ്ലോക്ക്. അപ്പൊ എന്താ വെച്ചാൽ നമ്മളങ്ങനെ പരിപാടി വെക്കുമ്പോ ഈ വായക്കാട് അരീക്കോട് പരിസരത്തിലേക്കൊക്കെ ഒന്നുകൊണ്ട് സഹകരിച്ചില്ല. അപ്പൊ എല്ലാവരും നബീലിന്റെ വീട്ടിൽ എത്തണം, അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഓൽക്കുള്ള ഫുഡ് അങ്ങനെ എന്തെങ്കിലും വാങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ നബീല് സെറ്റ് ചെയ്യും. നബീലിന്റെ അമ്മയോട് ക്ഷമിക്കണം, അയ്യോ. അപ്പം സുഹൃത്തുക്കളെ, അപ്പം ഇതാണ് നമ്മുടെ അപ്ഡേറ്റ്സ്. പിന്നെ ഇപ്പം എന്താ അപ്ഡേറ്റാണ് കൊടുക്കാനുള്ളത്, 26-ന് നമ്മൾ നാദാപുരം വരുന്നുണ്ട്. പിന്നെ 1-ാം തീയതി ചെറുപ്പം, അത് കോളേജാണ്, അങ്ങനെയല്ല. അപ്പോൾ അതെല്ലാവർക്കും കാണാൻ പറ്റില്ല. 26-ന് നമ്മൾ നാദാപുരം വരുന്നുണ്ട്. അതുപോലെ തന്നെ 1-ന് കൊച്ചി വൈറ്റില. ഇതില് ഏത് പരിപാടിക്കും ഞാൻ പോരണ്ടേ? ഏതിനും പോരാ. ഇതിൻ്റെ ഇടയിൽ ഒരു വലിയ സർപ്രൈസ് ഉണ്ട്. ഈ പറഞ്ഞ ഡേറ്റുകൾക്ക് ഈ ഡേറ്റിന്റെ ഇടയിൽ അത് വൈകാതെ മനസ്സിലാവും. സർപ്രൈസ് അങ്ങനെ നോട്ടെ, നബീലെത്തും. കാരണം സർപ്രൈസുകൾക്കൊക്കെ എത്തലുണ്ടല്ലോ. എടാ ഏത് സർപ്രൈസിനാടാ ഞാൻ സർപ്രൈസ് ആവാത്തെന്ന് ചോദിച്ചേ. അത്രയും സിൻസിയർ ആണ്. അതായത് സർപ്രൈസ് ആവാൻ പാന്ന് പറഞ്ഞാൽ അത് അറിഞ്ഞുകൊണ്ട് സർപ്രൈസ് ആവാൻ അത്രയും ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഫ്രണ്ടാണ് നമ്മളെ. കാരണം ഓൻ അറിയാം ഇത് സംഭവം ഇതാണ് നടക്കണം, എന്നാലും അത് ഇവിടെ ഒന്ന് സർപ്രൈസ് ആവാനുള്ള എഫേർട്ട് വരെ സ്വന്തം സൈഡിൽ നിന്ന്. കാരണം കള്ളത്തരാണല്ലോ, ബോഡിയിലുള്ളതാണത്. അങ്ങനെ ആക്ട് ചെയ്ത് നിൽക്കാൻ നല്ലോണം വെക്കണം. അപ്പൊ എനിക്ക് പറയാനുള്ളത് മസ്റ്റ് ആയിട്ടും സബ്സ്ക്രൈബ്. സോ ഓനെ നന്നാക്കി പറയുന്നത് ലാസ്റ്റ് ട്രോളായിട്ട് പോകണം, നമുക്ക് അങ്ങനെ വരുന്നത്. അപ്പം അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. നശ്വന്റെ വിളി വന്നോ? ഹലോ നബീല് പറഞ്ഞേട്ടോ, നബീല് പറഞ്ഞേട്ടോ, കേട്ടോ വ്ളോഗിലാട്ടോ. ഇക്കാക്കൊരു ഉമ്മ അല്ലേ ഇഞ്ച് പോയി പറഞ്ഞപ്പോ നബീലാണേ. ഞാൻ പറഞ്ഞ് സങ്കടത്ത് പറഞ്ഞേ, എടാ ഓള് പോയാടാ പറഞ്ഞേ. ഞാൻ പറഞ്ഞേ അതിൽ പറഞ്ഞ് ഒരു ലൗഡ് സ്പീക്കർ ഇട്ടോ. അതിൽ പറഞ്ഞ് എന്താ പറഞ്ഞ്, അതില് നബീല് ചോദിച്ചേ എവിടെ വെച്ച്, അതില് നശ്വ പോയടാണ്. അപ്പൊ ഞാൻ ബാക്കിൽ തന്നെ ഊട്ടിക്ക് കയറി. അപ്പൊ അതോ കേട്ടില്ല. ഓൻ നശ്വ പോയി എഴുതിട്ട് അവൻ പറയണേ, അതിനിപ്പോ എന്താ നമുക്ക് വേറെ പെണ്ണിനെ സെറ്റാക്കാം. ക്രൂരൻ.
അപ്പൊ സുഹൃത്തുക്കളെ ഇതാണ് യശുവിന്റെ റിപ്ലൈ. അതെന്തേ തമിഴ്നാട്ടിൽ ചെക്ക് പോസ്റ്റിൽ പിടിച്ചോളെ? എന്നിട്ടോ കൂർഗിലാണ് ആളെ കിട്ടിയില്ലേ? ബാസിലുള്ളില് എന്തിനാ നാളെ തന്നെ വരുന്നത്? മറ്റന്നാൾ വന്നാ പോരെ? വേണമെങ്കിൽ 2 ദിവസം ഫ്രണ്ട്സിന്റെ കൂടെ അടിച്ചോളിച്ചോ, എൻജോയ് ചെയ്യും. ഒരു യാത്ര പോയതല്ലേ, അത് മാക്സിമം എൻജോയ് ചെയ്ത് വരൂ. പണി ദിവസം കൂട്ടിയെടുത്തോ, ഗൂഗിൾ പേ ചെയ്യാതെ. എന്തേലും സ്റ്റേ ചെയ്യാനുള്ള ചില്ലറ അയക്കണേ അയക്കാം. പൈസ വല്ലതും വേണോ? ഓക്കെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ബ്ലോഗ് എന്റെ ശ്രദ്ധിക്കട്ടോ. അത് ഓർമ്മ പറഞ്ഞേ ഇതോള് കേട്ടാല് അന്നെ നിലന്തടാ പറപ്പിക്കോ. എന്നായിക്കോട്ടോ. ആ അങ്ങനെയൊക്കെ എന്തൊക്കെ പറഞ്ഞു, അങ്ങനെയൊക്കെ പറഞ്ഞ പോലെ അല്ലേ? അങ്ങനെയൊക്കെ പറഞ്ഞു, ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. ആന്ന് ബാസിലെ ആണോന്നൊക്കെ, പിന്നെ ആണോ നോക്കട്ടെ അയക്കുന്നൊക്കെ, പിന്നെ ബാസിലെ എന്റെ വൈഫ് ടൂർ പോയതോ. ബാസിൽ എന്താ പറഞ്ഞറിയോ? അങ്ങനെ ഓളക്കാൾ മറ്റേ ഓളക്കാൾ മികച്ച ഒരാളല്ലേ വേണ്ടത്, എനിക്ക് ഓളെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞത്. ഓൾ മതി എന്ന് പറഞ്ഞ ബാസില്. അതെങ്ങനെയുണ്ട്? നബീല് പറഞ്ഞേ അതിനെക്കാട്ടിലും എന്റെ പെങ്കളി ആരാ? ഹലോ ഇനിമാനെ, ഉറക്കൊന്നുമില്ലേ? ലൈവ് ഓല് കൂർഗില? കൂർഗിലാണേ. കൂർഗില് തണുപ്പുണ്ടോ? കൂർഗിൽ തണുപ്പല്ലേ? ആണോ? മഴ ഉണ്ടോ? മഴ പെയ്യാതെ നോക്കിക്കോ. അവിടെ എത്ര സമയം? കൂർഗ് ഇന്ത്യയിലല്ലേ? ഇവിടെ 12:45 എന്താ ചെയ്യാ? ഏതായാലും എന്നിട്ട് എന്നാല് ജെറ്റിട്ട് പറയട്ടോ. അല്ല ആഘോഷവേളകളിൽ ഒരു ഒഴിവാക്കാനാവാത്ത നിറസാന്നിധ്യമാണ് നബീലിക്കു. കാരണം ഡ്രെഡിന്റെ ആഗ്രഹം നിറവേറ്റാൻ കടപ്പുറത്തും എത്തി, ഇഫ്രന്റെ ആഗ്രഹം നിറവേറ്റാൻ കൊച്ചിയിലും എത്തി. അതായത് ഉള്ളിൽ വിതമ്പന് കൊള്ളുക. സ്വന്തമായി ആരാന്റെ പെണ്ണുങ്ങൾക്ക് ഒരു ബർത്ത്ഡേ കൊടുക്കാനാണ്, സ്വന്തമായി ഒരു പെണ്ണുങ്ങളെ ബർത്ത്ഡേക്ക് ഓടാനുള്ള ഒരു ആവതും ആയുസും ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള അനുഗ്രഹം പടച്ചോന് നബീൽ അഹമ്മദ് ഇക്കുവിന് ഈ ഒരു വർഷത്തിൽ കൊടുക്കുമാറാവട്ടെ. നബീലിന്റെ കല്യാണം നടക്കാനും. കാരണം നബീലിന് അത്രയും ഈ സർപ്രൈസുകൾ കൊടുക്കുക. അപ്പം എനിക്ക് പറയാനുള്ള സ്ത്രീകളോട് പറയാനുള്ളത്, സർപ്രൈസുകൾ ഇഷ്ടമുള്ള വനിതകൾക്ക് എല്ലാവരും ഒരു കാര്യം പറയട്ടെ, നബീലിന്റെ നമ്പറും കൊടുക്കുക. സർപ്രൈസുകൾക്ക് നബീൽ പോട്ടെ. ആ നമ്പർ ഉണ്ടല്ലോ ആർക്കും കിട്ടാൻ ബാക്കില്ല. കാറിലൊക്കെ പോകുമ്പോ ഒരു 10 വിളി കേട്ടു. ഹലോ നബീലണ്ണനാണോ? അപ്പൊ സീരിയസ് ആയി പറയും, റോങ് നമ്പർ ആണോ? അവന് പാവണ്ടോ? എന്തൊക്കെ പറഞ്ഞാലും പാവാണ്, പച്ചസാധുവാണ്. കാരണം എല്ലാ സർപ്രൈസ് വേളകളിലും സർപ്രൈസ് ആണെന്ന് പറഞ്ഞാലും ആ ഒരു വേദിനെ കളറാക്കാനും അനുഗ്രഹീതമാക്കാൻ വേണ്ടിയിട്ട് ബോസ് അവിടെ എത്തിച്ചേരും. അപ്പം എന്തായാലും ഇനി 2 സൗണ്ടും പോയി, എനിക്ക് നാളെ പാട്ടൊക്കെ പാടല്ല. അപ്പം എന്തായാലും ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നമ്മുടെ ഹൃദയം നിറഞ്ഞ വ്ളോഗ് ഈ ഒരു നിറപുഞ്ചിരിയോടെ കണ്ട എല്ലാവർക്കും, ബാസിലിൻ്റെ 1000-ഓളം വരുന്ന കുടുംബ പ്രേക്ഷകർ, യുവതി യുവാക്കൾ, മൈസൂർ ഭാഗത്തുള്ള ഫാൻസ്, എല്ലാ ഏരിയയിലുള്ള ഫാൻസിനും ഞങ്ങളെ ഹൃദയം നിറഞ്ഞ ഞങ്ങളുടെ പേരിലും ഹനാൻസ് ഫാമിലി എന്ന യൂട്യൂബ് ചാനലിൻ്റെ പേരിലും എല്ലാവിധ ആശംസകളും മംഗളാശംസകളും നേരുന്നു. അപ്പോൾ എന്തായാലും വീണ്ടും നമ്മൾ കിടിലൻ വ്ളോഗ്സുമായിട്ട് വീണ്ടും മുന്നിൽ വരുന്നതായിരിക്കും. നമ്മളെ വ്ളോഗ് നോമ്പിന് ഫുൾ ഓൺ ഔട്ടോ. അപ്പോൾ എല്ലാവരും നോമ്പിൻ്റെ സ്റ്റാർട്ടിങ് വ്ളോഗിന് കുതിരനെ ഒട്ടി വരുന്നതൊക്കെ നോമ്പ് തുറക്കാന്നുള്ളൊരു കൺസെപ്റ്റാണ് ചെയ്യുന്നത്. അല്ല, കുതിരനെ ബുക്ക് ചെയ്തു, കാരണം നോമ്പിന് തിരക്കാവേ കുതിരല്ലേ. അപ്പം എന്തായാലും അടുത്ത വ്ളോഗിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഐ ലവ് യു ഓൾ. ഇപ്പം
ഈ വ്ളോഗ് കാരണം ഏറ്റവും കൂടുതൽ സബ്ജക്റ്റിലൂടെ പോയ വ്ളോഗ്. രാവിലെ എൻ്റെ സ്കൂളിൽ വരുന്നത് അതൊക്കെ ഇതിലാണോ? സ്കൂളത്തെ കുട്ടികള്, പിന്നെ അച്ചുവിന്റെ പെണ്ണുങ്ങള്, പിന്നെ അച്ചുവിന്റെ അക്കാഡമി, പിന്നെ KPന്റെ അക്കാഡമി, പിന്നെ നബീലിന്റെ അക്കാഡമി, നബീൽ സ്കൂൾ ഓഫ് ആക്ടിങ്. അതാണ് ഇപ്പൊ ലാസ്റ്റ്. അപ്പൊ ലാസ്റ്റ് കണ്ട അക്കാഡമിയാണ്. ഇന്നിപ്പോ KPന്റെ അക്കാഡമി കണ്ടു, അച്ചുവിന്റെ അക്കാഡമി കണ്ടു, ബാസിലിന്റെ അക്കാഡമി കണ്ടു. ലാസ്റ്റ് കണ്ടതാണ് ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് നബീലിന്റെ. ഓൺലൈനിൽ മാത്രമേ നബീൽസ് അക്കാഡമി ഓഫ് ആക്ടിങ് സയൻസ്. അതായത് സാഹചര്യങ്ങൾക്കൊത്ത സന്ദർഭങ്ങളിൽ ഏതൊക്കെ തരം ആക്ടിങ് ഇടണം എന്നുള്ളത്, അതായത് പല സമയങ്ങളും ലാലട്ടം വരെ വിളിച്ചു ചോദിക്കാറുള്ളത് നബീലിന്റെ അടുത്താണ്. ആ ഒരു സന്ദർഭത്തിൽ എന്ത് എക്സ്പ്രഷനാണ് ഇടേണ്ടത്, കാരണം കറക്റ്റ് പിന്നെ അടുത്തുണ്ട്. അപ്പം സാക്ഷാൽ നബീൽ അണ്ണന് ജൈവിളികൾ ഏകിക്കൊണ്ട് ഈ വ്ളോഗിന്റെ ഐശ്വര്യം നബീൽ അണ്ണനാണ്. ഞങ്ങളുടെ എടപ്പാളില് പരിപാടിക്ക് പോയതാട്ടോ. അപ്പൊ മറ്റേ റഹ്മാൻ മുതുവള്ളൂരാണ് മൂപ്പരാണ് ആങ്കർ. മൂപ്പരാണെങ്കിൽ ഒരു ചൊടിയുള്ള വർത്താനം മൂപ്പര്, ഭയങ്കര സൂപ്പർ ആങ്കറാ. അപ്പം ഇയാൾ ഇന്നെങ്ങനെ വിളിക്കാം, അപ്പം മൂപ്പര എല്ലായിടത്തും ഇന്നെ വിളിക്കണല്ലേ, അപ്പൊ എന്തെങ്കിലും ഒരു വെറൈറ്റി വേണ്ടേ. അപ്പൊ നബീൽ ലാപ്ടോപ്പും ഇങ്ങനെ ഇരിക്കാം. അതിന് ഞാൻ നല്ല ചെന്ന് പറഞ്ഞു കൊടുത്ത്, നബീലുണ്ട് ഒന്ന് 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 ഉഷാറാക്കി വിളിക്കും, അവനും ഭയങ്കര ഇഷ്ടമാവുന്നതാണ്. അത് മൂപ്പര് ഇങ്ങനെ നോക്കി, കാര്യത്തിലാണ് എഴുതി മൂപ്പര്. അടുത്തതായി നമ്മളെ സ്റ്റേജിലേക്ക് ഇതാ വരുന്നു എടപ്പാളിന്റെ സ്വന്തം നബീലല്ലേ. അതായത് TVK പരിപാടിയിൽ തമിഴ്നാട്ടിൽ വിജയ് വന്നിറങ്ങിയ ഫീൽ ഇനി അന്ന് എടപ്പാളുണ്ടായത്. ആടോ ആൾക്കാരെ എഴുതാറോ നമ്മളിങ്ങനെ ധാവണിനനുസരിച്ചുള്ള കാണികളുണ്ട്. എല്ലാത്തിനും പറ്റിയ കുറച്ച് ഓഡിയൻസ്. ഒന്നും പറയാനോ തീർത്താ തീരത്ത് നന്ദി പറഞ്ഞോ. എന്ത് കുതിര വിട്ടാലും അത് കണ്ടിരിക്കാൻ ഫുൾ സപ്പോർട്ട്. ഇപ്പൊ ഇന്നലെ രാധേട്ടന്റെ വ്ളോഗ്, മറ്റേ കാർണിവലിന്റെ വ്ളോഗ്, എമ്മായി കുതിര വിടില്ല. രാധേട്ടെ ഇജ്ജ് കയറിക്കോ, ഇടിച്ച് പേടിയൊന്നുമില്ല. ലാസ്റ്റ് രാധേട്ടൻ എങ്ങനെ അങ്ങനെയാണോ. പിന്നെ ഞാൻ ആദ്യം കണ്ടുകൂട്ടിയിരിക്കുന്നത്, പിന്നെ വ്ളോഗ് വന്നപ്പോഴാണ് രാധേട്ടൻ അങ്ങനെ ഞാൻ അറിയുന്നത്. മീറ്റ് ചെയ്യണം ഡെഫിനറ്റ്ലി. രാവിലെ വിളിച്ചാൽ മതി, ഫോൺ എടുക്കും. രാധേട്ടന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്താ പറയുക, കോണ്ടാക്ട് ചെയ്യാൻ പറ്റും. മറ്റേ എന്റെ ക്യാരക്ടേഴ്സിനൊന്നും കോണ്ടാക്ട് ഓപ്ഷൻ ഇല്ലല്ലോ. ആഴ്ചമാത്ത നമ്മളെ കഥയിലെ ക്യാരക്ടേഴ്സിന് ആർക്കും ഫോണില്ല. രാധേട്ടന്റെ ഫോൺ വിളിച്ചാലോ പറഞ്ഞു രാവിലെ മുതൽ മൂപ്പർക്ക് ഇപ്പം ചെറിയൊരു മനസ്സമാധാനം ഉണ്ട്. കുട്ടികളൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കുമല്ലോ, ഫുള്ള് ലൈഫാകെ മാറി. ആണ് സെലിബ്രിറ്റി ലൈഫായി. അത്രേ ഉള്ളൂ. ഒരാളുടെ ജീവിതം ഇടയിൽ ഒരാളെ ജീവിതം സെക്കൻഡുകൾ കൊണ്ട് മാറ്റിമറിക്കാം, എന്നിട്ട് അവിടുന്ന് മിന്നി പറഞ്ഞു പോവാ. അങ്ങനെ നമ്മളെ പോലെ തന്നെ ഓലും ഗതിർത്താനുള്ളത് ഒരു മത്സരത്തിൽ ഒരു പ്രത്യേക തരം ജീവിതമാണ്. അപ്പൊ എന്തായാലും 29 lakh സബ്സ്ക്രൈബേഴ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ ഒരു എളിയ ചാനൽ. അപ്പോൾ ഈ ഒരു ചാനലിന്റെ വിജയം നിങ്ങൾ ബാസിൽ പറഞ്ഞ പോലെ എന്ത് കണ്ടന്റ് ഇട്ടാലും അത് വാതോരാതെ കണ്ടും ചിരിച്ചും നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ കാണുന്ന നമ്മളെ ഏറ്റവും പ്രിയമേറിയ കാണികൾ തന്നെയാണ് ഉമ്മമാർ, വീട്ടമ്മമാർ, കൊച്ചുകുട്ടികൾ, മുതിർന്നവർ, ഗർഭിണികൾ, യുവാക്കൾ തുടങ്ങി എല്ലാവരും, സമൂഹത്തിലെ എല്ലാ മേഖലയിലുള്ള മനുഷ്യന്മാരായി മനുഷ്യക്കുട്ടികളായി ജനിച്ചു വീണ പ്രായ പരിത ജാതി മത ഭേദമന്യേ നമ്മുടെ വ്ളോഗ് കാണുന്ന എല്ലാ മാന്യ ഫുട്ബോൾ പ്രേമികൾക്കും ടൂർണമെന്റിന്റെ അവിടെ ആലോചിച്ചതാ നമ്മളെ വ്ളോഗ് അവസാനിപ്പിച്ചതായി അറിയിക്കുന്നു. അപ്പം മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വ്ളോഗിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. ഐ ലവ് യു ഓൾ. ബൈ ബൈ. കട്ടയേ